അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. സങ്കീർത്തനം 119 തിരുവചനം. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ സൂക്ഷിക്കാൻ നമ്മളുമായിട്ട് വചനം പങ്കുവയ്ക്കാൻ ഈ വേദിയിലേക്ക് കടന്നു വരുന്നത് ബഹുമാനപ്പെട്ട ബോസ്കോ ഞാളിയത്ത് അച്ഛനാണ്. അച്ഛൻ ഓക്കാം കോൺഗ്രിഗേഷനിലെ വൈദികനാണ്. വളരെ പ്രശസ്തനായൊരു ധ്യാനഗുരുവും കറുകുറ്റി ധ്യാനമന്ദിരത്തിൻ്റെ ധ്യാന ഗുരുവുമായിട്ട് അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്നു. വളരെ പ്രശസ്തനായ ഈ വൈദികനോടൊപ്പം കർത്താവിൻ്റെ വചനം ധ്യാനിച്ച് നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം. കർത്താവായ ഈശോയെ, അങ്ങേ തിരുസന്നിധിയിലായിരിക്കുന്ന ഈ സ്വർഗീയമായ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വചനം കേൾക്കുവാൻ, അങ്ങയുടെ വചനം മനസ്സിലാക്കുവാൻ കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. പൗലോസ് വചനം പറഞ്ഞപ്പോൾ ലീദിയായ്ക്ക് അത് മനസ്സിലാക്കത്തക്ക വിധം അങ്ങ് അവളുടെ ഹൃദയം തുറന്നതുപോലെ കർത്താവെ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ ഹൃദയത്തെയും അധരത്തെയും അങ്ങ് തുറക്കണമേ. അങ്ങയുടെ വചനം പങ്കുവയ്ക്കാൻ, അങ്ങയുടെ വചനം ഗ്രഹിക്കാൻ, അങ്ങയുടെ വചനം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് വലിയ കൃപ നൽകണമേ. പരിശുദ്ധ മാലാഖ പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. പരിശുദ്ധ അമ്മ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. മാലാഖ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അപ്പോൾ വചനം നിന്നിൽ മാംസം ധരിക്കും. കന്യകയായിരിക്കെ ഗർഭം ധരിക്കുക എന്നുള്ളത് അസാധ്യമാണെങ്കിലും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാൽ, അത്യുന്നത ശക്തി നിന്റെ മേൽ ആവസിച്ചു കഴിഞ്ഞാൽ വചനം നിന്നിൽ മാംസം ധരിക്കും. ഈശോയെ, ഞങ്ങൾ ബലഹീനരാണ്. ഈശോയെ, ഞങ്ങൾ നിസ്സഹായരാണ്. ഈശോയെ, ഞങ്ങൾ ദുർബലരാണ്. ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ വചനം പങ്കുവയ്ക്കാനോ അങ്ങയുടെ വചനം ഗ്രഹിക്കാനോ മനസ്സിലാക്കാനോ പറ്റാത്ത വിധം ഞങ്ങളൊക്കെ അത്രമാത്രം നിസ്സഹായരാണ്. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകത്താൽ ഞങ്ങളെ അവിടെ നിന്ന് ഇപ്പോൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്യുന്നത ശക്തി ഞങ്ങളുടെ മേൽ ആവസിക്കട്ടെ. ദൈവകൃപയുടെ നിറവിൽ, ദൈവിക ജീവൻ്റെ സമൃദ്ധിയിൽ ഞങ്ങളൊക്കെ സ്വന്തമായി തീരുവാൻ, അങ്ങയുടേത് മാത്രമായി തീരുവാൻ ഞങ്ങളെല്ലാവരെയും പ്രത്യേകമാവിധം ഈ നിമിഷങ്ങളിൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അമ്മ ഞങ്ങളോട് കൂടെ ഉണ്ട്. അമ്മയുടെ സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ അമ്മയ്ക്ക് നന്ദി പറയുന്നു. അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ പ്രതിഷ്ഠിക്കുന്നു. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങളോട് കൂടി ആയിരിക്കുന്ന ഈ വലിയ സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകല മാലാഖമാരെ, സകല വിശുദ്ധരെ, രക്തസാക്ഷികളെ നിങ്ങളുടെ എല്ലാം സജീവ സാന്നിധ്യത്തിൽ കർത്താവിൻ്റെ വചനം നിങ്ങളനുസരിച്ചതുപോലെ ഞങ്ങളും ഈ ലോക നൈമിഷിക ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിച്ച്, സ്വർഗത്തെ ലക്ഷ്യമാക്കി ഭൂമിയിൽ ജീവിച്ച് അവസാനം നിങ്ങളോടുകൂടി ആയിരിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഭാഗ്യം ലഭിക്കാൻ നിങ്ങളെല്ലാവരും ഞങ്ങളോട് കൂടെ ആയിരുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മളൊക്കെ ഒത്തിരി വേദനിക്കുന്നവരും ദുഃഖിക്കുന്നവരും ഭാരം വഹിക്കുന്നവരൊക്കെയാണ്. ഞാൻ കുറേ നാളുകൾ ഈ ധ്യാന മേഖലയിലും അതോടൊപ്പം തന്നെ ഈ ധ്യാനത്തിലേക്ക് വരുന്നതിന് മുമ്പ് കുറേ നാൾ ഇങ്ങനെ വഴിതെറ്റിപ്പോയ കുറേ യുവമക്കൾ, അക്രമത്തിൻ്റെ ഗുണ്ടായിസ്, അങ്ങനെ പല മേഖലയിൽ പോയ പല മക്കളുമായി ഇടപെട്ടപ്പോഴൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു വലിയൊരു ചോദ്യവും ചിന്തയും ഇതായിരുന്നു: എന്തുകൊണ്ടാണ് മനുഷ്യന് ഇങ്ങനെയുള്ള ഒരു ദുരവസ്ഥ സംഭവിക്കുക? ഇന്നെവിടെ നോക്കിയാൽ സന്തോഷമില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല, മക്കൾ വഴിതെറ്റിപ്പോകുന്നു, രോഗങ്ങൾ കടന്നു വരുന്നു, ഒത്തിരിയേറെ പീഡനങ്ങൾ, ഒത്തിരിയേറെ ജഡത്തിൻ്റെ ആസക്തികൾ, ഒത്തിരിയേറെ ദുർമരണങ്ങൾ, ആത്മഹത്യകൾ, വിവാഹമോചനങ്ങൾ, അങ്ങനെ ഓരോന്നായിട്ട് കയറി വരുമ്പോഴൊക്കെ ഞാനിങ്ങനെ ചോദിക്കും, എന്തുകൊണ്ട് നമ്മളൊക്കെ ഇന്ന് രാത്രിയിൽ ഇവിടെ ആയിരിക്കുമ്പോൾ, കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മളൊക്കെ നമ്മുടെയും ജീവിതത്തെ വച്ചുകൊണ്ട് ചോദിക്കേണ്ട, ചിന്തിക്കേണ്ട, പഠിക്കേണ്ട ഒന്നാണ്: എന്തുകൊണ്ടാണ് മനുഷ്യന് ഇങ്ങനെയുള്ള ഗതികെട്ട ദുരന്തങ്ങൾ സംഭവിക്കുക? വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ
12-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട്. ഈശോ പറയാണ്, ദൈവത്തിൻ്റെ വചനങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അല്ലെങ്കിൽ വിശുദ്ധ ലിഖിതങ്ങളോ നിങ്ങൾക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ മക്കളെ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നതെന്ന്. നമുക്കൊക്കെ പലപ്പോഴും തെറ്റുപറ്റിപ്പോകുന്ന അവസ്ഥകളുണ്ട്. അതിൻ്റെ കാരണം വിശുദ്ധ ലിഖിതങ്ങൾ ദൈവത്തിൻ്റെ ശക്തി പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് അല്പസമയം ദൈവത്തിൻ്റെ വചനത്തിലൂടെ കടന്നുപോയിക്കൊണ്ട് മനുഷ്യൻ്റെ പ്രകൃതി, മനുഷ്യൻ്റെ അവസ്ഥ, അതിനെക്കുറിച്ച് അല്പസമയം നമ്മൾ കാണുക. ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാം അധ്യായം 17-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യനെ ദൈവം മണ്ണിൽ നിന്നാണ് രൂപപ്പെടുത്തിയത്. മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തിയ മനുഷ്യൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ദൈവമായ കർത്താവ് തൻ്റെ ജീവശ്വാസം നിശ്വസിച്ചപ്പോൾ അവൻ ജീവനുള്ളവനായിട്ട് മാറി. പ്രിയ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, മനുഷ്യൻ ജീവൻ ഉള്ളവനായിട്ട് മാറിയെങ്കിൽ ആ ജീവനിൽ അവൻ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം അവനോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വചനം അനുസരിക്കണം. അതായത് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കണോ, നമുക്ക് ഈ ഭൂമിയിൽ വളരണോ, ഒരു നല്ല അപ്പനാകണോ, നല്ല അമ്മയാകണോ, നല്ല അച്ഛനാകണോ, നല്ല ദൈവ പൈതലാകണോ, സന്തോഷം അനുഭവിക്കണോ, സമാധാനം അനുഭവിക്കണോ, വളരണോ, അങ്ങനെയൊക്കെ ജീവിക്കണമെങ്കിൽ, നമ്മൾ വളരണമെങ്കിൽ അതിൻ്റെ പിന്നിലൊക്കെ നമ്മൾ ജീവിക്കേണ്ട ഒരു ജീവിതമുണ്ട്. ദൈവമായ കർത്താവ് മനുഷ്യന് ജീവൻ നൽകിയപ്പോൾ ആ ജീവനിൽ നിലനിൽക്കുവാൻ വേണ്ടി അവനോട് പറഞ്ഞു, വചനം പറഞ്ഞു. എന്തായിരുന്നു വചനം? നിങ്ങൾ ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നാൽ നിങ്ങൾ മരിക്കും. ദൈവത്തിൻ്റെ വചനം അസന്നിഗ്ധമായിട്ട് കൃത്യമായിട്ട് സ്പഷ്ടമായിട്ട് പറയാം, ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നാൽ നിങ്ങൾ മരിക്കും. ജീവൻ്റെ സമൃദ്ധി കൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ നിറച്ചു. ആ ജീവൻ്റെ സമൃദ്ധിയിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം അവനോട് പറഞ്ഞു, നീ ഈ വചനം അനുസരിക്കണം എന്ന്. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, പിശാച് വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, നീ മരിക്കത്തില്ല, നിങ്ങൾ മരിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, ഒരു വശത്ത് ദൈവത്തിൻ്റെ വചനം, ദൈവമായ കർത്താവ് പറയാ, നിങ്ങൾ തൊടുക പോലും ചെയ്യരുത്, നിങ്ങൾ ആ വൃക്ഷത്തെ സമീപിക്കുകയോ അതിൻ്റെ ഫലം തിന്നുകയോ തൊടുക പോലും ചെയ്യരുത്, നിങ്ങൾ ഭക്ഷിച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും മരിക്കും. ഇത് ദൈവത്തിൻ്റെ വചനം. എന്നാൽ ഇവിടെ പിശാച് പറയാ, നിങ്ങൾ മരിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം മനുഷ്യൻ പിശാചിൻ്റെ വാക്ക് കേട്ട് ദൈവത്തിൻ്റെ വചനം ലംഘിച്ച് ആ വൃക്ഷത്തിൻ്റെ ഫലം പറിച്ചു തിന്നപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ വചനം അവരിൽ മാംസം ധരിച്ചു. എന്ത്? നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞ വചനം ആ മനുഷ്യനിൽ സംഭവിക്കുകയാണ്. അങ്ങനെ വചനം ലംഘിച്ച്, ദൈവത്തിൻ്റെ പ്രമാണം ലംഘിച്ച്, ആ വചനത്തിനെതിരെ പ്രവർത്തിച്ച് ആ വൃക്ഷത്തിൻ്റെ ഫലം പറിച്ചു തിന്നപ്പോൾ എന്താ പറയുക? മരണം സംഭവിച്ചു. എന്താണ് ആ മരണം? ദൈവീകമായ ജീവൻ, ദൈവത്തിൻ്റെ കൃപ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ പറയാം, അതായത് അവനിൽ എൻ്റെ ജീവൻ നിലനിൽക്കുകയില്ലെന്നും അവൻ വെറും ജഡം മാത്രമാണെന്നും ദൈവമായ കർത്താവ് കണ്ടു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ വെറും ജഡം മാത്രമായി പോയി. അവൻ്റെ പ്രകൃതി ജഡത്തിൻ്റെ പ്രകൃതിയായി മനുഷ്യന് ജീവൻ നഷ്ടപ്പെട്ടു, ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു, വെറും ജഡമായി പോയ ആ അവസ്ഥയിൽ അവനെക്കുറിച്ച് 5-ാമത്തെ വാക്യത്തിൽ പറയാം, ഉൽപ്പത്തി 6:5 പറയാം, അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്ന് ദൈവമായ കർത്താവ് കാണുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ഈ ജഡത്തിൻ്റെ ഒരു അവസ്ഥയായി പോയ മനുഷ്യൻ, അതിനുള്ള കാരണം അവൻ ദൈവത്തിൻ്റെ വചനം ലംഘിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ മനുഷ്യൻ ദൈവിക ജീവനിൽ, ദൈവകൃപയിൽ നിലനിൽക്കണമെങ്കിൽ, വളരണമെങ്കിൽ, ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ അവൻ ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം. പക്ഷേ വചനം ലംഘിച്ചപ്പോൾ ദൈവികമായ ജീവൻ, ദൈവകൃപ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയി. ജഡത്തിൻ്റെ സ്വാഭാവിക പ്രകൃതി അനുസരിച്ച് അവനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്, അതായത് ഇര തേടുന്ന, ഇണ ചേരുന്ന ഒരു സ്വാഭാവിക പ്രകൃതിയിലേക്ക് ഈ മനുഷ്യൻ അടിമപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ അടിമപ്പെട്ടു പോയ ഈ മനുഷ്യൻ്റെ സ്വഭാവത്തിലേക്ക്, ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് ഒത്തിരിയേറെ തകർച്ചകൾ, നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, ദുരന്തങ്ങൾ ഒന്നൊന്നായിട്ട് കടന്നു വരിക. അപ്പോഴും ദൈവമായ കർത്താവ് പറയുന്നുണ്ട്, മക്കളെ, നിങ്ങൾ എൻ്റെ വചനം അനുസരിക്ക്. വീണ്ടും 4-ാം അധ്യായത്തിൽ കായേനോട് ദൈവം പറഞ്ഞു, എന്താ പറഞ്ഞേ? കായേൻ, പാപം നിന്റെ പടിവാതിൽക്കൽ പതിയിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം, അല്ലെങ്കിൽ അത് നിന്നെ കീഴടക്കും. അപ്പോഴും അവിടെയും കായേൻ പരാജയപ്പെട്ടു പോയി.
പാപം അവൻ്റെ മേൽ കയറി പാപത്തിൻ്റെ ആ അവസ്ഥയിൽ നിന്ന് അവൻ സ്വന്തം സഹോദരനെ കൊല്ലുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനത്തിലൂടെ ഉടനീളം നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുവാനുള്ള വലിയ ഒരു ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ മക്കൾക്കുണ്ട്. എന്നാൽ അത് മനുഷ്യൻ മറന്നു പോവുകയാണ്. ഈ അവസ്ഥയിൽ നിന്ന് എന്താ സംഭവിച്ചെന്ന് അറിയാമോ? മനുഷ്യന്, അതായത് ദൈവികമായ ജീവൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ അവന് എന്താ പറയുക, അവൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണം, ശരീരത്തിൻ്റെ മേലുള്ള ആത്മാവിൻ്റെ നിയന്ത്രണം അവന് പോയി. പിന്നെ എന്താ പറയുക, പൗലോസ്ലീഹ ഈ അവസ്ഥയിൽ നിന്ന് പറയുന്നുണ്ട്. റോമാക്കാർക്കെതിരെ ലേഖനം 7-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ നിയമത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. എന്താ പറയുക, നന്മ ഇച്ഛിക്കുവാൻ എനിക്ക് സാധിക്കുന്നു, എന്നാൽ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളെല്ലാവരുടെയും ഒരു അവസ്ഥയല്ലേ? അല്ലേ? നമ്മളെല്ലാവരെയും അവസ്ഥയാണ്. നമ്മളൊക്കെ നന്മ ആഗ്രഹിക്കുന്നു, സ്നേഹിക്കണം, ക്ഷമിക്കണം, വിട്ടുവീഴ്ച കാണിക്കണം, വിശുദ്ധി ജീവിക്കണം, നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് പറ്റുന്നില്ല. നന്മ ഇച്ഛിക്കാൻ സാധിക്കുന്നു, എന്നാൽ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഇവിടെ പൗലോസ് പറയാ, ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ്, ഞാൻ ദുർഭകനാണ്. ഈ മനുഷ്യൻ കടന്ന് വിലപിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഗതികെട്ട ദുരന്തം മനുഷ്യൻ്റെ സ്വഭാവത്തിലേക്ക്, അവൻ്റെ പ്രകൃതിയിലേക്ക് ദൈവകൃപ നഷ്ടപ്പെട്ടു പോയപ്പോൾ, ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ കടന്നു വരിക. ധ്യാനം കൂടി പോയ ഒരു ഗുണ്ടാ നേതാവ് അവൻ എൻ്റെ അടുത്തേക്ക് വരിക. അപ്പോൾ അവന് ഈ വർഷം എന്താ പറയുക, അവന് ഈശോയ്ക്ക് വേണ്ടി വലിയ ശുശ്രൂഷ ചെയ്യണം, അതോടൊപ്പം തന്നെ നോമ്പ് കാലത്തിൽ നോമ്പ് നോക്കണം, വിശുദ്ധിയിൽ ജീവിക്കണം. അതോടൊപ്പം തന്നെ അവൻ്റെ അമ്മ അവന് വേണ്ടി ഒരു കാലുകഴുകൽ ശുശ്രൂഷ നേർന്നിരുന്നു. അപ്പോൾ അവൻ അതിനു വേണ്ടി ഒരുങ്ങി എൻ്റെ അടുത്തേക്ക് അവൻ കടന്നു വരിക. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, അച്ഛാ എനിക്ക് അങ്ങനെ ഒരുങ്ങണം. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ നല്ലപോലെ വിശുദ്ധിയിൽ ജീവിക്കണം, നിൻ്റെ ദുശ്ശീലങ്ങളെ വിട്ടുപേക്ഷിക്കണം. അപ്പോൾ അവൻ്റെ അടുത്ത് ഭയങ്കര എന്താ പറയുക, പുകയുടെ മണ. അപ്പോൾ ഞാൻ ചോദിച്ചു, എടാ നീ പുക വലിക്കുന്നുണ്ടോ? അപ്പം എൻ്റെ അച്ഛാ അതുമാത്രം നിയന്ത്രിക്കാൻ പറ്റണില്ല, എന്തെങ്കിലും എളുപ്പ വഴിയുണ്ടോ അത് മാറ്റാനെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എടാ മകനെ, നീ ദൈവത്തിൻ്റെ അരികിലേക്ക് കടന്നു വരിക, ദൈവത്തിൻ്റെ വചനം കേൾക്കുക, ദൈവകൃപയിൽ നിറയപ്പെടുക. നമ്മുടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ പാപം കടന്നു വരാൻ, തിന്മ നമ്മെ കീഴടക്കാൻ, പിശാച് നമ്മളെ കീഴടക്കാനുള്ള കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപ, ദൈവികമായ ജീവൻ നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ തകർച്ചകളും ദുരന്തങ്ങളുമൊക്കെ കടന്നു വരിക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് നമ്മോട് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, മക്കളെ, നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ശുഭമായിരിക്കും. നമുക്ക് ശുഭമായിട്ട് ജീവിക്കണമെങ്കിൽ ഒരു കാര്യം സത്യമാണ്, നമുക്ക് ജീവിക്കണം, വളരണമെങ്കിൽ നമുക്ക് ഒരേ ഒരു വഴിയുള്ളൂ. ആ വഴി നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കി എനിക്ക് എങ്ങനെ വിശുദ്ധി ജീവിക്കാൻ പറ്റും, എനിക്ക് എങ്ങനെ ദൈവകൃപയിൽ വളരാൻ പറ്റും, എനിക്ക് എങ്ങനെ ദുശ്ശീലങ്ങളെ വിട്ടുപേക്ഷിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം, നമുക്കെല്ലാവർക്കും ഒരു പ്രകൃതിയുണ്ട്. എന്താണ് പ്രകൃതി? അതായത് ഉത്ഭവ പാപത്തിൻ്റെ ദുർബലത. നമുക്കറിയാം, ഉത്ഭവ പാപത്തെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 405-ലും 406-ലും ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അതങ്ങനെ പറയുന്നത്, അതായത് മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ ദൈവകൃപ, ദൈവിക ജീവൻ, അതിലൂടെ കടന്നു വന്ന ഉത്ഭവ പാപത്തിൻ്റെ അവസ്ഥ. ഈ ഉത്ഭവ പാപത്തിൽ നിന്ന് മാമോദീസായിലൂടെ അവന് ദൈവകൃപയും ദൈവവുമായുള്ള ബന്ധവും പുനഃസ്ഥാപിച്ചുകൊണ്ട് കൂദാശയിലൂടെ ദൈവമായ കർത്താവ് അവനെ ദൈവത്തോട് രമ്യതപ്പെടുത്തുക. അവിടെ നാം പ്രത്യേകം വായിക്കുന്നുണ്ട്, എങ്കിലും നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, എങ്കിലും പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നതും ദുർബലമാക്കപ്പെട്ടതുമായ മനുഷ്യ പ്രകൃതിക്ക് ഏറ്റ ക്ഷതത്തിൻ്റെ അനന്തരഫലങ്ങൾ അവനിൽ നിലനിൽക്കുന്നത് കൊണ്ട്. വീണ്ടും ശ്രദ്ധിക്കുക, എങ്കിലും പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നതും ദുർബലമാക്കപ്പെട്ടതുമായ മനുഷ്യപ്രകൃതിക്ക് ഏറ്റ ക്ഷതത്തിൻ്റെ അനന്തരഫലങ്ങൾ അവനിൽ നിലനിൽക്കുന്നത് കൊണ്ട് ആധ്യാത്മികമായ ഒരു സമരത്തിലേക്ക് അവനും അവളും വെല്ലുവിളിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാനെപ്പോഴും ഓർക്കാറുണ്ട്, നമ്മളൊക്കെ വളരെ പാവങ്ങളാണ്. എന്തുമാത്രം പാവങ്ങളാണ് നമ്മളൊക്കെ. കാരണം നമ്മളൊക്കെ പ്രത്യേക ഒരു അടിമത്തത്തിലാണ്. ഈ പാപത്തിൻ്റെ ദുർബലത, പാപത്തിൻ്റെ അനന്തരഫലമായ ക്ഷതം, അതിലൂടെ കടന്നു വന്ന ചില ആധിപത്യങ്ങൾ, അടിമത്തങ്ങളൊക്കെ നമ്മുടെ മേലുണ്ട്. വീണ്ടും 406-ൽ ഇങ്ങനെ പറയാം, ആദ്യ മാതാപിതാക്കളുടെ പാപത്തിലൂടെ പിശാചിന് ഒരുതരം ആധിപത്യം മനുഷ്യൻ്റെ മേലുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് ആദ്യ മാതാപിതാക്കളുടെ പാപത്തിലൂടെ പിശാചിന് ഒരുതരം ആധിപത്യം മനുഷ്യന്റെ മേൽ ഉണ്ടായി. വീണ്ടും പറയാ, മരണ സംസ്കാരത്തിന്റെ ഉടയവനായ പിശാചിന്റെ പിടിയിലമർന്ന ഒരു ആധിപത്യത്തിലേക്ക് അവൻ വീണു പോവുകയാണ്. ഒരു കാര്യം സത്യ, പാപത്തിന്റെ ഉടയവനാണ് പിശാച്. പിശാചിന്റെ അടിമത്തത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആധിപത്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പിന്നെ അവനെ നിയന്ത്രിക്കുന്നത് പിശാചായിരിക്കും, ആ പാപത്തിന്റെ ഉടയവനായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല. നമ്മുടെ ജഡം ബലഹീനമാണ്, നമ്മുടെ ജഡം ദുർബലമാണ്, നമ്മുടെ ഉള്ളിൽ. അതുകൊണ്ടാണ് പൗലോസ് പറയാ, ഞാനല്ല നന്മ ഇച്ഛിക്കുന്ന ഞാൻ തന്നെ തിന്മ പ്രവർത്തിക്കുന്നുവെങ്കിൽ അത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മിലൊക്കെ പാപത്തിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. നമ്മുടെ ജഡത്തിൽ ഈ ദൈവകൃപ നഷ്ടപ്പെട്ടു പോയപ്പോൾ, ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഈ പാപത്തിൻ്റെ ആധിപത്യം, പിശാചിൻ്റെ ആധിപത്യം അടിമത്തമായിട്ട് കടന്നു വന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ അറിയണം, എങ്ങനെ ഈ അവസ്ഥയുള്ള നമുക്ക്, എങ്ങനെ ഈ അടിമത്തത്തിൽ കഴിയുന്ന നമുക്ക് ദൈവകൃപയിൽ വളരാൻ പറ്റും, ദൈവിക ജീവനിൽ വളരാൻ പറ്റും. അതിനൊക്കെ ഒരു വഴിയുള്ള പ്രിയപ്പെട്ടവരെ, അതാണ് യേശു ക്രിസ്തുവിൻ്റെ വചനം. അതായത് എന്താ വചനം നമുക്കറിയാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവാണ് വചനം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ്, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. എനിക്ക് ഈ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു അവസ്ഥകളൊക്കെ വച്ചുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞ കാര്യമുണ്ട്. അതായത് ഈ ലോകത്തിൻ്റെ പാപത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ശക്തമായിട്ട് പറയുന്ന സുവിശേഷകനാണ് വിശുദ്ധ യോഹന്നാൻ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 29-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഈ ലോകത്തിൻ്റെ പാപത്തെക്കുറിച്ച് കത്തോലിക്ക സഭ ഇങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതായത് ഉത്ഭവ പാപത്തിൻ്റെ അനന്തര ഫലങ്ങളും സർവ്വ മനുഷ്യരുടെയും വ്യക്തിപരമായ പാപങ്ങളും ചേർന്ന് ലോകത്തിന് മുഴുവൻ പാപാവസ്ഥ വരുത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കുക, ഇങ്ങനെ പറയുന്നത്, ഉത്ഭവ പാപത്തിൻ്റെ അനന്തര ഫലങ്ങളും സർവ്വ മനുഷ്യരുടെയും വ്യക്തിപരമായ പാപങ്ങളും ചേർന്ന് ലോകത്തിന് മുഴുവൻ പാപാവസ്ഥ വരുത്തിയിരിക്കുന്നു. ഈ പാപാവസ്ഥയെ ലോകത്തിൻ്റെ പാപമെന്ന് വിശുദ്ധ യോഹന്നാൻ വളരെ അർത്ഥവത്തായിട്ട് വിശേഷിപ്പിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആദ്യ മനുഷ്യൻ്റെ പാപം ഉത്ഭവ പാപത്തിലൂടെ കടന്നു വന്ന പാപം, പിന്നീട് മനുഷ്യൻ ചെയ്തു കൂട്ടിയ പാപങ്ങളൊക്കെ പാടെ കൂടിച്ചേർന്ന് ലോകത്തിൻ്റെ പാപം. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഈ ഭൂമിയിലേക്ക് കടന്നു വരിക. അതുകൊണ്ട് തന്നെ യോഹന്നാൻ ശ്ലീഹ എപ്പോഴും പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കണം, യേശു ക്രിസ്തുവിൻ്റെ ബലി സ്വന്തമാക്കണം. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ ജീവന്റെ അപ്പത്തെക്കുറിച്ച് പറയുമ്പോൾ യോഹന്നാൻ ശ്ലീഹ വ്യക്തമായി പറയുന്നുണ്ട്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്തല്ലാതെ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവത്തില്ല. പ്രിയപ്പെട്ടവരെ, ദൈവികമായ ജീവൻ മനുഷ്യനെ നഷ്ടപ്പെട്ടു പോയി, ദൈവകൃപ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയി. ദൈവകൃപയില്ലാത്ത മനുഷ്യൻ, ദൈവിക ജീവനില്ലാത്ത മനുഷ്യപ്രകൃതി ഇവിടെ അടിമപ്പെട്ട പൈശാചികമായ ബന്ധനത്തിലേക്ക് കടന്നു വരാം. ഞാൻ ഓർക്കുക, ഒത്തിരിയേറെ മക്കള്, എനിക്ക് ഒത്തിരിയേറെ വേദന തോന്നി. ഞാൻ ഈ ജയിലിലൊക്കെ കുർബാന അർപ്പിക്കാൻ പോകുമ്പോൾ, കോളേജുകളിൽ, സ്കൂളുകളിൽ, ഇടവകളൊക്കെ ധ്യാനിപ്പിക്കാനൊക്കെ പോകുമ്പോൾ അനേക യുവമക്കളൊക്കെ ഉണ്ട്, കൊച്ചുമക്കൾ, ഒത്തിരി പാപത്തിന് അടിമപ്പെട്ടു പോയ കഴിഞ്ഞ ദിവസം ഓർക്കുക, അവിടെ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്ന 17 വയസ്സുള്ള ഒരു പയ്യൻ. അവന് ആകപ്പാടെ ഭയങ്കര അടിമത്വത്തിലാണ്. അവന് അതായത് വചനം കേൾക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല. അവനെ നിർബന്ധിച്ച് കൊണ്ടുവന്നിരിക്കുക ധ്യാനത്തിന്. അതുകൊണ്ട് തന്നെ ഇവനെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും, അവൻ്റെ കൂടെ ഇരിക്കും, അവനോട് സംസാരിക്കും, അവനെ ഇറങ്ങിപ്പോയതിന് വിളിച്ചുകൊണ്ടുവരും. അങ്ങനെ ഇവനൊക്കെയായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ 3-ാമത്തെ ദിവസം ഇവനെക്കുറിച്ച് എനിക്ക് കൂടുതൽ മനസ്സിലായി. ഇവൻ ഒത്തിരി പാപത്തിന് അടിമപ്പെട്ട മനുഷ്യനും, ഒത്തിരിയേറെ മദ്യപാനത്തിന്, ജഡിക പാപത്തിന്, അതോടൊപ്പം തന്നെ പല പല ദുശീലങ്ങൾക്ക് കൂട്ടുകെട്ട്, പല പല ബന്ധങ്ങൾക്ക് അടിമപ്പെട്ടു പോയ ഒരു പാവം പയ്യൻ. അവൻ്റെ ബാഗൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറേ കഞ്ചാവും ബീഡിയും അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ സാധനങ്ങളൊക്കെ കണ്ടെടുത്തു. ഞാൻ അവനോട് പറഞ്ഞു, മോനെ, നീ 17 വയസ്സായിട്ടുള്ളൂ, നീ ദൈവത്തോട് ചേർന്ന് ദൈവകൃപയിൽ ദൈവിക ജീവനിൽ ജീവിക്കേണ്ട വളരേണ്ട മോനാ. അതുകൊണ്ട് നീ തമ്പുരാനോട് ചേർന്ന് നിൽക്ക്, നിനക്കെന്താ പറ്റാത്ത? അപ്പം എനിക്ക് മനസ്സിലായി, ഹോസിയ പ്രവാചന പുസ്തകത്തിൽ
5-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, തങ്ങളുടെ ദൈവത്തിൻ്റെ അരികിലേക്ക് കടന്നു വരുവാൻ അവരുടെ പ്രവർത്തികൾ തന്നെ അവരെ അനുവദിക്കുന്നില്ല. എന്തെന്നാൽ വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നുവെന്നും. ഈ പാപത്തിൻ്റെ സാന്നിധ്യം ഇവനിൽ വസിക്കുന്നത് കൊണ്ട്, തിന്മയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് അവന് പ്രാർത്ഥിക്കാൻ പറ്റണില്ല, വചനം കേൾക്കാൻ പറ്റണില്ല, അതോടൊപ്പം തന്നെ ദൈവത്തെ വിളിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ ദൈവകൃപ നഷ്ടപ്പെട്ടാൽ, ദൈവിക ജീവൻ നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മളൊക്കെ ഈ ലോകത്തിൻ്റെ ജഡത്തിൻ്റെ മക്കളായി മാറും. ആ 3-ാമത്തെ ദിവസം വൈകുന്നേരം ഈ പയ്യൻ്റെ അടുത്ത് വന്നിട്ട് പറയാം, അവൻ്റെ നിന്നൊക്കെ മേടിച്ച് അപ്പം പറയാം, അച്ഛാ എനിക്ക് ഇന്ന് ഒരു സിഗരറ്റ് വലിക്കാത്തത് കൊണ്ട് എനിക്ക് ആകപ്പാട് അസ്വസ്ഥതയാണ്, ഇതുവരെ എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ പോലും പറ്റിയിട്ടില്ല അച്ഛാ. ആകപ്പാടെ തകർന്നടിഞ്ഞ പയ്യൻ. ഞാൻ ഓർക്കുക, ആ പയ്യനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞോടാ, മോനെ നീ എന്ത് അവസ്ഥയിലാണ് ഇപ്പോൾ നീ ആയിരിക്കുന്നേ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഈ പാപത്തിൻ്റെ പിന്നാലെ, ജഡത്തിൻ്റെ പിന്നാലെ, പിശാചിൻ്റെ പിന്നാലെ, അവൻ വച്ചു നീട്ടുന്ന സുഖഭോഗങ്ങളുടെ പിന്നാലെ ഇര തേടാനും ഇണചേരാനും അതോടൊപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട സുഖഭോഗങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ഓടിപ്പാഞ്ഞെടുക്കുമ്പോൾ ഇതുവരെ നോക്കിക്കോ, മനുഷ്യന് സമാധാനമില്ല. ഞാൻ പറഞ്ഞില്ലേ, ദൈവകൃപ നഷ്ടപ്പെട്ടു പോയ ജഡത്തിൻ്റെ സ്വാഭാവിക പ്രകൃതിക്കനുസരിച്ച് ഇന്ന് മനുഷ്യൻ തിന്ന് കുടിച്ച് ആസ്വദിച്ച് മതിച്ച് മെതിച്ചിട്ടെന്ന പോലെ ജീവിക്കാം. സമാധാനമില്ല, സ്വസ്ഥതയില്ല. ഒരു കാര്യം സത്യമാ, നമുക്ക് സമാധാനം വേണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവികമായ ജീവന്റെ സമൃദ്ധി സ്വന്തമാക്കിയെടുക്കണം. ഈ ജഡം വെറും നൈമിഷികമാണ്. ഈ ജഡത്തിന് സുഖവും അസ്ഥിരമാണ്. ഈ ജഡത്തെ എത്ര തൃപ്തിപ്പെടുത്തിയാലും അതുകൊണ്ടൊന്നും നമുക്ക് ആർക്കും ഒരു സന്തോഷമോ സുഖമോ സംതൃപ്തിയോ ലഭിക്കത്തില്ല. അതുകൊണ്ടല്ലേ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ സമരിയാക്കാരി സ്ത്രീയോട് ഈശോ പറയുന്നുണ്ട്, എടി മോളെ, നീ ഇപ്പോൾ കുടിക്കുന്ന ജലം വീണ്ടും കുടിച്ചാൽ നിനക്ക് വീണ്ടും ദാഹിച്ചുകൊണ്ടിരിക്കും, എന്നാൽ ഞാൻ തരാം ജീവജലം, അത് കുടിച്ചാൽ പിന്നീട് ഒരിക്കലും നിനക്ക് ദാഹിക്കത്തില്ല, ജീവജലം ഞാൻ തരാം. അഗസ്തീനോസ് പുണ്യാളൻ നമുക്കറിയാം, അദ്ദേഹം ഒരു കാലഘട്ടം മുഴുവൻ ഈ ലോകത്തിൻ്റെ പിന്നാലെ, ജഡത്തിൻ്റെ പിന്നാലെ, സമ്പത്തിൻ്റെ പിന്നാലെ, സുഖഭോഗത്തിൻ്റെ പിന്നാലെ, വിദ്യാഭ്യാസത്തിൻ്റെ പിന്നാലെ, ജോലിയുടെ പിന്നാലെ പോയ മനുഷ്യനാണ്. പക്ഷേ അതുകൊണ്ടൊന്നും അദ്ദേഹത്തിന് സംതൃപ്തിയില്ല, സമാധാനമില്ല, നിരാശയുടെ പടുകുഴിയിൽ ആയിരിക്കുന്ന സമയത്താണ് പൗലോസ് ലിഹായുടെ ലേഖനം, റോമാക്കാർക്ക് ലേഖനം 13-ാം അധ്യായം 13-ാം തിരുവചനത്തിലൂടെ ദൈവമായ കർത്താവ് അഗസ്തീനോസിനോട് പറഞ്ഞു, പകലിന് യോജിച്ച വിധം പെരുമാറാം, സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചയിലോ വിഷയാസക്തിയിൽ നിങ്ങൾ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കി ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ കുടികൊള്ളാതിരിക്കട്ടെ. ഈ വചനം അദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്തി. അതിനുശേഷം കർത്താവിനെ ധരിച്ച ഈ അഗസ്തീനോസ് പുണ്യാളൻ പറഞ്ഞ കാര്യമുണ്ട്, ദൈവമേ, നീ എന്നെ നിനക്കായിട്ട് സൃഷ്ടിച്ചു, നിന്നിൽ വിലയം പ്രാപിക്കുന്നത് വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം സത്യമാണ്, നമുക്ക് സ്വസ്ഥതയുണ്ടാകണമോ, സമാധാനം ഉണ്ടാകണമോ, സംതൃപ്തി ഉണ്ടാകണമോ, അതിന് ഒരു വഴിയുള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കണം. കാരണം അതായത് ലോകത്തിൻ്റെ പാപങ്ങൾ, ലോകത്തിൻ്റെ പാപത്തിൻ്റെ വേദനമായ മരണം, പാപത്തിൻ്റെ ഉടയവനാകുന്ന പിശാചിനെ പിടിയിലമർന്ന ഈ ലോകത്തിൻ്റെ അവസ്ഥ, ഇതിൽ നിന്ന് ഒരു മോചനം വേണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയുടെ യോഗ്യത സ്വന്തമാക്കിയെടുത്തുകൊണ്ട് ആ കുഞ്ഞാടിൻ്റെ രക്തത്താൽ നാമും നമ്മുടെ കുടുംബവും ഈ ലോകവും വീണ്ടെടുക്കപ്പെട്ടേ പറ്റൂ. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഈശോ പറയാം, അതായത് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ പറയാ, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ജീവൻ ഉണ്ടാകുവാൻ വേണ്ടി മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. മോശ എന്തുകൊണ്ടാണ് സർപ്പത്തെ ഉയർത്തിയതെന്ന് നമുക്കറിയാം. സംഖ്യയുടെ പുസ്തകം 21-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ഇസ്രായേൽ ജനം ദൈവത്തിനെതിരെ പിറുപിറുത്തു. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അവർ പറയാം, ഈ വിലകെട്ട അപ്പം നിന്ന് ഞങ്ങൾ മടുത്തു, വെള്ളമില്ല, ഒരു ഭക്ഷണമില്ല, ആകപ്പാട് ദൈവത്തിനെതിരെ പരാതി, പിറുപിറുക്കൽ, കുറ്റപ്പെടുത്തൽ. ആ സമയത്ത് ദൈവം കോപിച്ചിട്ട് അവരുടെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയക്കുകയാണ്. ആ സമയത്ത് ഇസ്രായേൽ ജനം വന്ന് പറയാം, മോശയോട് പറയാം, മോശേ, അങ്ങേക്കെതിരായും ദൈവത്തിനെതിരായും ഞങ്ങൾ പാപം ചെയ്തു പോയി, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം. അങ്ങനെ ഈ മോശ ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിക്കാൻ പ്രാർത്ഥിക്കുന്ന സമയത്താണ് ദൈവമായ കർത്താവ് പറഞ്ഞു, നീ പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി നീ നാട്ടണം, ആ സർപ്പം ഉയർത്തപ്പെട്ട് നിൽക്കട്ടെ. ആ സർപ്പത്തെ, ഈ ആഗ്നേയ സർപ്പത്തിൻ്റെ ദംശനമേറ്റ് വിഷമേറ്റ് കഴിയുന്ന മക്കള് വിഷമേൽക്കുമ്പോൾ ഈ സർപ്പത്തെ നോക്കണം, അപ്പോൾ അവരിൽ നിന്ന് വിഷം ഇറങ്ങിപ്പോകും, അവർക്ക് ജീവന്റെ സമൃദ്ധി ലഭിക്കും,
അവർ മരിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ എന്താ ഈശോ പറഞ്ഞ്, ആ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഇതുപോലെ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, പാപമില്ലാത്തവൻ. അതല്ലേ ഈശോയുടെ മരണത്തെക്കുറിച്ച് ഇങ്ങനെ പറയാം. 1 പത്രോസ് 2:23-24 പറയുന്നുണ്ട്, അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായിട്ട് ജീവിക്കേണ്ടതിനത്രേ. നാം ജീവിക്കാൻ വേണ്ടി നമ്മുടെ പാപത്തിൻ്റെ വേദനമായ മരണത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി മരണമില്ലാത്തവൻ പാപത്തിൻ്റെ പരിഹാരമായിട്ട് ഇതാ കുരിശിലേക്ക് കയറുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിൻ്റെ ഈ കുരിശിലെ ബലി സ്വന്തമാക്കിയെടുത്തുകൊണ്ട് പാപത്തിൻ്റെ വേദനമായ മരണത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജീവൻ്റെ സമൃദ്ധി സ്വന്തമാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ, നമുക്ക് ജീവിക്കണമെങ്കിൽ, നമുക്ക് വളരണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ വഴിയുള്ളൂ. ആ വഴിയാണ് ഈശോ പറഞ്ഞ്, ഞാനാണ് വഴി. മക്കളെ, ഈ കർത്താവിനെ സ്വന്തമാക്കിയെടുക്കുവാൻ എപ്പോൾ നമ്മൾ പരാജയപ്പെടുന്നുവോ, ഈ കർത്താവിൻ്റെ ബലിയിലൂടെ ഈശോ തരുന്ന ആ ജീവൻ നേടിയെടുക്കാൻ നമുക്ക് പറ്റാതെ വരുമ്പോൾ അതിനനുസരിച്ച് ഒരു കാര്യം ഉറപ്പാ, ഈ ജഡത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ, പിശാചിൻ്റെ ആധിപത്യവും അടിമത്തവും നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ എപ്പോഴും വചനം പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, സത്യം സത്യമായിട്ട് ഞാൻ നിന്നോട് പറയുന്നു. യോഹന്നാൻ ശ്ലീഹ മാത്രമാണ് 2 പ്രാവശ്യം പറയും സത്യം സത്യമായിട്ട്. കാരണം യോഹന്നാൻ ശ്ലീഹയ്ക്കറിയാം ആരാ രക്ഷപ്പെടുത്തുന്നത്, ആരാണ് മനുഷ്യ മക്കളെ വീണ്ടെടുക്കുന്നത്. കാരണം അദ്ദേഹം ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന ഏക ശിഷ്യന. കർത്താവിൻ്റെ കുരിശിലെ ബലി ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് അനുഭവിച്ച് സ്വന്തമാക്കിയെടുത്ത യോഹന്നാൻ ശ്ലീഹയ്ക്കറിയാം ബലിയുടെ ശക്തി എന്തെന്ന്, ബലിയുടെ യോഗ്യത എന്തെന്ന്. അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ പറയാം, ഈ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ പാപപരിഹാര ബലി സ്വന്തമാക്കി എടുത്തേ പറ്റൂ മനുഷ്യകുലം. അതുകൊണ്ട് തന്നെ യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, എൻ്റെ ശരീരം ഭക്ഷിക്കാതെ, എൻ്റെ രക്തം പാനം ചെയ്യാതെ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകത്തില്ല. സത്യം സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ വീണ്ടും പറയാ, യോഹന്നാന്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ പറയാ, ഞാൻ സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ, എന്നിലൂടെ പ്രവേശിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ സത്യം നമ്മൾ ഇന്ന് പലപ്പോഴും മറന്നു പോകും. ഇന്ന് ലോകത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ, മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഈശോ വേണ്ട, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നില്ല. പിന്നെന്താ, തന്നിഷ്ടപ്രകാരം. അവിടെ ജെറമ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, എന്നാൽ അവർ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല. പിന്നെയോ തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണയനുസരിച്ച് തന്നിഷ്ടപ്രകാരം ജീവിച്ചു. ഇന്നെല്ലാവർക്കും തന്നിഷ്ടപ്രകാരം ജീവിക്കാൻ ആഗ്രഹം. മാത്യു കെല്ലി എന്ന് പറയുന്ന സുപ്രസിദ്ധനായ ഒരു എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അറിയപ്പെടുന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരാണ് റീഡിസ്കവർ കാത്തലിസിസം. ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇന്ന് മനുഷ്യ ജീവിതത്തിലേക്ക് ദൈവപ്രമാണങ്ങളെ ലംഘിക്കുവാനും ആരാധന വേണ്ട, കൂദാശകൾ വേണ്ട, ഈ ഒരു പ്രവണത കടന്നു വന്നിരിക്കുക. അതിനനുസരിച്ച് എന്താ പറയുക, ജഡമായി പോയ മനുഷ്യപ്രകൃതിയെ 3 സ്വഭാവങ്ങളുണ്ട്. എന്താണെന്നാ പറയുക, ഞാൻ പറഞ്ഞു ഇടയ്ക്ക്, ഇര തേടുന്ന സ്വഭാവം, ഇണ ചേരുന്ന സ്വഭാവം, പിന്നെ ഉറങ്ങുന്ന സ്വഭാവം. ഈ 3 സ്വഭാവങ്ങളാണ് ഒരു മനുഷ്യന് ദൈവകൃപ നഷ്ടപ്പെട്ടു പോയാൽ, ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ ഒരു മനുഷ്യൻ്റെ സ്വഭാവം. അതായത് ഇര തേടുക. ഇന്ന് മനുഷ്യരെല്ലാവരും തന്നെ ഇര തേടിക്കൊണ്ട് ഇന്ന് സകല കാര്യങ്ങളും ഇര തേടുക. ഇപ്പം നോക്കിക്കേ, ശരീരത്തെ സുഖിപ്പിക്കുക, ശരീരത്തെ സന്തോഷിപ്പിക്കുക, ശരീരത്തെ വളർത്തുക, അതിന്ന് ലോകത്തിൻ്റെ ഒരു പ്രവണതയാണ്. അതിനുവേണ്ടി ഭക്ഷണം, അതോടൊപ്പം തന്നെ ശരീരത്തെ സുഖിപ്പിക്കാൻ വേണ്ടി, ശരീരത്തെ ബലപ്പെടുത്താൻ വേണ്ടി, ശരീരത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി, ശരീരത്തിന് വടിവുണ്ടാക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് മനുഷ്യൻ ജഡവുമായിട്ട് ബന്ധപ്പെട്ട് കാട്ടിക്കൂട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ആത്മാവിന് പ്രാധാന്യം കൊടുക്കും. ഈശോ പറഞ്ഞു, ആത്മാവാണ് ജീവൻ തരുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇത് മനുഷ്യൻ മറന്നുപോയി. ആത്മാവിന് പ്രാധാന്യമില്ല, ജഡത്തിന് വലിയ പ്രാധാന്യം. ജഡികമായ സുഖം, ജഡികമായ സന്തോഷം, ജഡത്തിൻ്റെ സംതൃപ്തി, അതിനുവേണ്ടി ഭക്ഷിക്കണം, തിന്നണം, കുടിക്കണം. ഇതുപോലെയുള്ള ഒത്തിരി പരിശീലനങ്ങൾ കൊണ്ട് ജഡത്തെ മനുഷ്യ എന്ന് പരിപോഷിപ്പിക്കുക. വലിയ തെറ്റ്. ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നതൊക്കെ, അതായത് ദൈവകൃപ നഷ്ടപ്പെട്ടു പോയ, ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോയ ഈ ജഡത്തിൻ്റെ സ്വാഭാവികമായ ഒരു പ്രകൃതിയാണ് ഇണചേരുക. നമുക്കറിയാം, നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ഏദൻ തോട്ടത്തിലായിരുന്ന സമയത്ത് അവർ ദൈവകൃപയിലായിരുന്ന കാലഘട്ടമുണ്ട്. ദൈവിക ജീവനിൽ ദൈവവചനമനുസരിച്ച് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന സമയം. ആ സമയത്ത് നോക്കിക്കേ, അവർ നഗ്നരായിരുന്നു. പക്ഷെ അവർക്കൊരു കുഴപ്പമുണ്ടായില്ല. എന്തെന്നാൽ ദൈവകൃപ നിറഞ്ഞ ശരീരങ്ങൾ,
ദൈവിക ജീവൻ നിറഞ്ഞ ശരീരം അവർ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ നഗ്നരായിരുന്നെങ്കിലും അതൊരു കുഴപ്പമുണ്ടായില്ല. പക്ഷേ എപ്പോൾ ദൈവകൃപ നഷ്ടപ്പെട്ടോ അപ്പോൾ അവർക്ക് തോന്നി ഞങ്ങൾ നഗ്നരാണെന്ന്. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോൾ ദൈവകൃപ പോയോ, എപ്പോൾ ദൈവിക ചൈതന്യം പോയോ അപ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് ആസക്തി കടന്നു വന്നു. പിന്നെ മനുഷ്യബന്ധങ്ങൾ, ബന്ധങ്ങളൊക്കെ ഈ ആസക്തിയാൽ കേന്ദ്രീകൃതമായി അതിൽ നിന്ന് ഇണചേരുന്ന സ്വാഭാവിക പ്രകൃതിക്ക് അടിമപ്പെട്ട് ഇന്ന് എന്തെല്ലാം കാര്യങ്ങളും സംഭവങ്ങളും പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്ന കേൾക്കുന്ന. എന്തുകൊണ്ട് ചിന്തിക്കണം. ദൈവകൃപ നഷ്ടപ്പെട്ടു പോയി. ഇന്ന് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടും ആ ദൈവിക ജീവനിലേക്ക് വരാനോ ഈശോയിൽ വളരാനോ പല മക്കൾക്ക് പറ്റണില്ല. ഉറപ്പായിട്ട് നമുക്കറിയാം, ഈ രാത്രിയിൽ നമ്മളിവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഒത്തിരി ആഗ്രഹിക്കുന്നു ഈശോയോട് ചേരണം. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുമോ ഇതായിരിക്കണം, എൻ്റെ ഈശോയോട് എനിക്ക് ചേരണം, എൻ്റെ തമ്പുരാൻ്റെ കൃപയിൽ എനിക്ക് നിറയണം. ഈ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായം 1 മുതൽ 10 വരെ തിരുവചനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈശോ വളരെ ശക്തമായ ഒരു ഉപമ പറയുന്നുണ്ട്. നമുക്കറിയാം, മുന്തിരിച്ചെടിയുടെയും ശാഖകളുടെയും ഉപമ അവിടെ ഈശോ പറയുന്ന കാര്യമുണ്ട്. അതായത് തായ്തണ്ടിനോട് ശാഖ എന്ന പോലെ ഒരു പാരബിൾ, ഒരു ഉപമയാണ്. എന്താ പോലെ എന്താണ്? തായ്തണ്ടിനോട് ശാഖ എന്ന പോലെ മക്കളെ നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കണം. മസ്റ്റ്. ഈ ഭൂമിയിൽ ജീവിക്കണോ, ഈ ഭൂമിയിൽ വളരണോ, അതിനൊറ്റ വഴിയുള്ളൂ. ഈശോ പറഞ്ഞ നിങ്ങൾ തായ്തണ്ടിനോട് ശാഖ എന്ന പോലെ എന്നോട് ചേർന്ന് നിൽക്കണം. എന്നിട്ട് ഈശോ പറയാ, എന്നോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും. ഇന്ന് ഒത്തിരി കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട്, തകർന്നു പോയ കുടുംബങ്ങൾ, ഒത്തിരി തകർച്ചകൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾ, ഒത്തിരി വഴിപിഴച്ച് പോയ മക്കളെ ഓർത്ത് നൊമ്പരപ്പെടുന്ന മാതാപിതാക്കൾ. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണം. നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ ഇതുപോലെ വളരുന്ന ഒരു വളർച്ചയുണ്ടോ? ഇന്ന് പലപ്പോഴും നമ്മൾ ദൈവത്തെ പഴിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം ഇത് വച്ചേ? പക്ഷേ എൻ്റെ ജീവിതാനുഭവത്തിൽ എന്ന് പറയാം, അനേക തകർന്നു പോയ മക്കൾ, വഴിതെറ്റിപ്പോയ കുടുംബങ്ങൾ, ഒത്തിരി ജയിലിൽ കിടക്കുന്ന മക്കൾ, ഒത്തിരിയേറെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ. അവിടെയൊക്കെ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട്? തകർച്ച എന്നാൽ എന്തെന്ന് ഒരിക്കൽ ചോദിച്ചതാ. തകർച്ച എന്നാൽ എന്ത്? ഞാനതിനെ ഇങ്ങനെ നിർവചിച്ച, അതായത് ദൈവപ്രമാണങ്ങളെ ലംഘിക്കുമ്പോൾ, ദൈവവചനത്തിന് എതിരായ പ്രവൃത്തി ചെയ്യുമ്പോൾ എൻ്റെയും നിൻ്റെയും ജീവിതത്തിലേക്ക്, പൗരോഹിത്യത്തിലേക്ക്, കുടുംബത്തിലേക്ക് കടന്നു വരുന്ന സ്വാഭാവികമായ ഒരു അവസ്ഥയാണ് തകർച്ച. അതുകൊണ്ട് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ജീവിക്കാൻ ഒരു വഴിയുള്ളൂ. ആ വഴിയാണ് ഈശോ പറഞ്ഞ്, ഞാനാണ് വഴി. ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിച്ച് ദൈവം പറഞ്ഞ പോലെ ഇടം വലം തിരിയാതെ സൂക്ഷ്മതയോടെ ദൈവത്തിൻ്റെ വചനം പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കും. വീണ്ടും ഈശോ പറയാ, എന്നോട് ചേർന്ന് നിൽക്കാത്ത ശാഖകൾ മുറിച്ച ശാഖ പോലെ പുറത്തേക്ക് വലിച്ചെറിയപ്പെടും, അത് ഉണങ്ങിപ്പോകും, ഒന്നിനും കൊള്ളാത്ത വിധം കത്തിച്ച് ചാമ്പലാക്കപ്പെടുമെന്ന് അസന്നിഗ്ധമായിട്ട് ശക്തമായിട്ട് ഈശോ പറയാം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭൂമിയിൽ വളരുമ്പോഴൊക്കെ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, എൻ്റെ വളർച്ച ഈശോയോട് ചേർന്നുള്ള വളർച്ചയാണോ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു കുഞ്ഞു വളരുമ്പോൾ 1-ാം ക്ലാസ്സിൽ പഠിക്കണ കൊച്ചിനുള്ള ദൈവബന്ധം പോരാ, ആ കൊച്ച് 2-ാം ക്ലാസ്സിലെത്തുമ്പോൾ. കാരണം കൊച്ചു വളരുകയാണ്. ബാല്യത്തിലുള്ള ബന്ധം പോരാ, കൊച്ചു കൗമാരത്തിലെത്തുമ്പോൾ ഈശോയോട്. എന്തെന്നാൽ കൊച്ചു വളരുകയാണ്. കൗമാരത്തിലുള്ള ഈശോയോടുള്ള ബന്ധം പോരാ, കൊച്ചു യൗവനത്തിലെത്തുമ്പോൾ കൊച്ചു വളരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ പ്രായം കഴിയുമ്പോഴും, ഓരോ വർഷം കഴിയുമ്പോഴും, ഓരോ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുമ്പോഴുമൊക്കെ അതിനനുസരിച്ച് ഈശോയോടുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ വളരുന്നില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പമാ, അത് നമ്മൾ ഉണങ്ങിപ്പോകും, നശിച്ചു പോകും, ഒന്നിനും കൊള്ളാത്ത വിധം കത്തിച്ച് ചാമ്പലാക്കപ്പെടുമെന്ന വലിയ സത്യവചനം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എപ്പോഴും ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിന് വളരേണ്ട ഒരു അവസ്ഥയുണ്ട്. എവിടെ നിന്ന് വളരാൻ പറ്റത്തൊന്നുമില്ല, ഇഷ്ടംപോലെ ജീവിക്കാനും പറ്റത്തില്ല, നമുക്ക് തോന്നിവാസം ജീവിക്കാൻ പറ്റത്തില്ല. നമ്മളൊക്കെ നിർബന്ധമായിട്ടും ജീവിക്കേണ്ട ഒരു ജീവിതമുണ്ട്, നമ്മളൊക്കെ നിൽക്കേണ്ട ഒരു ഇടമുണ്ട്, അനുസരിക്കേണ്ട വചനമുണ്ട്. ഇത് വിട്ടിട്ട് ആരൊക്കെ എവിടെയൊക്കെ എപ്പോഴൊക്കെ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ അവിടെ നാശങ്ങളും നഷ്ടങ്ങളും തകർച്ചകളും കടന്നു വരിക. അപ്പോൾ ഈ അവസ്ഥയാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാത്യു കെല്ലി ഇങ്ങനെ പറയുക, അദ്ദേഹം പറയാണ്, എന്നാൽ ഇന്ന് ജഡത്തെ തൃപ്തിപ്പെടുത്തുന്ന, ജഡത്തിൻ്റെ സ്വാഭാവിക പ്രകൃതിക്കനുസരിച്ച് ജീവിക്കുവാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ ഇന്ന് ലോകത്തിൽ നിയമങ്ങളായി. ഇന്ന് ലോകത്തിൻ്റെ 3 നിയമങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുക. ഒന്നാമത്തെ നിയമം ഇതാണ് പറയുക, ഇൻഡിവിജ്വലിസം എന്ന് പറഞ്ഞാൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുക. ഇന്ന് എല്ലായിടത്തും വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഇന്ന് സ്കൂളിൽ നോക്കിക്കേ, കുട്ടികൾക്ക് ഭയങ്കര സ്വാതന്ത്ര്യം, കുട്ടികളെ തല്ലാൻ പറ്റത്തില്ല,
അല്ലെങ്കിൽ ശിക്ഷിക്കാൻ പറ്റത്തില്ല, ശാസിക്കാൻ പറ്റത്തില്ല. അവിടെ പ്രശ്നമാ എന്താ? വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതോടൊപ്പം തന്നെ നോക്കിക്കേ, ഒരു വിവാഹമോചനം വളരെ സിമ്പിളായിട്ട് കിട്ടും വ്യക്തി സ്വാതന്ത്ര്യത്തിനനുസരിച്ച്. എന്നാൽ ഇന്ന് നോക്കിക്കേ, അതുകൊണ്ടൊന്നും ജീവിതത്തിൽ ഒരു മനുഷ്യനും സമാധാനമില്ല, സ്വസ്ഥതയില്ല, സംതൃപ്തിയില്ല. ഇന്ന് ലോക നിയമങ്ങൾ പോലും ഇതിനനുസരിച്ച് വ്യക്തികൾക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് അതിനനുസരിച്ച് നിയമങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന വലിയ ഒരു പൈശാചികമായ ഒരവസ്ഥയുണ്ട്. ഒന്നാമത്തെ നിയമം. രണ്ടാമത്തെ നിയമം എങ്ങനെ പറയാ? ഹീഡോണസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നിനക്ക് സുഖം തരുന്ന പ്രവൃത്തിയാണോ, നിനക്ക് സന്തോഷം തരുന്ന നീ ചെയ്തോ, നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം നമുക്കറിയാം 18 വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടി, അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് എന്തും ചെയ്യാം. പക്ഷെ ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച്, ദൈവ പ്രമാണങ്ങൾക്കനുസരിച്ച്, ദൈവിക സംവിധാനങ്ങൾക്കനുസരിച്ച് ഒരു വ്യക്തി തീരുമാനമെടുക്കാതെ പോകുമ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് തകർച്ചകളും ദുരന്തങ്ങളും കഷ്ടങ്ങളും ഓരോന്നായിട്ട് കടന്നു വരുന്ന എത്രയോ അനുഭവങ്ങളാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ വ്യക്തമായിട്ട് അറിയണം നമുക്ക് എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും. സുഖം തരുന്ന ഇഷ്ടം പോലെ കാര്യങ്ങൾ. പിന്നെ വേറൊന്നുണ്ട്, ഈ പിശാച് എന്താ പറയുക, പ്രലോഭനത്തിലൂടെ മനുഷ്യ മക്കളെ വീഴ്ത്തി അവൻ്റെ മേൽ ആധിപത്യം പുലർത്തി അവനിലുള്ള ദൈവിക ജീവൻ എടുത്തു മാറ്റി ദൈവകൃപ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ പിശാച് ഇന്നും ശക്തനാണ്. അവനിന്ന് എന്താ പറയുക, എല്ലാ സുഖഭോഗങ്ങളും വച്ച് വിളമ്പി ഇന്ന് പ്രലോഭനത്തിന് അടിമപ്പെട്ട് ഇഷ്ടം പോലെ വസ്തുവകകൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ, വ്യക്തിബന്ധങ്ങളൊക്കെ വച്ച് പുലർത്തി വച്ച് വിളമ്പി ഇന്ന് പിശാച് സകല മക്കളെയും ഈ പാപത്തിലേക്ക് വിളിക്കുക. ഇന്ന് ഈ ഒരു വലിയൊരു ദുരവസ്ഥയുണ്ട്. അതായത് ഞാനൊരു എക്സോർസിസം കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ ഫാദർ ഗബ്രിയേൽ അമോർത്തൊക്കെ അന്ന് ആ കോഴ്സിൽ പറയണ്ടായി. അതായത് പിശാച് മനുഷ്യ മക്കളെ ഒത്തിരിയേറെ പ്രലോഭനത്തിലൂടെ അടിമപ്പെടുത്തുകയാണ്. അവൻ്റെ പ്രലോഭനം ഇന്ന് വളരെ ശക്തമാണ്. എന്തെന്നാൽ അവൻ ഇന്ന് മനുഷ്യ പ്രകൃതിക്കനുസരിച്ച് ഇര തേടുന്ന മനുഷ്യന് ഇര കൊടുത്തു, ഇണചേരുന്ന മനുഷ്യന് ഇണയെ കൊടുത്തു. അതോടൊപ്പം തന്നെ സകല സുഖഭോഗങ്ങളും വച്ച് വിളമ്പിയിട്ട് ഇന്ന് ലോകത്തെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വളരെയേറെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഈ കാലഘട്ടത്തിൽ ദൈവത്തോട് ചേർന്ന് തായ്തണ്ടിനോട് ശാഖയെന്ന പോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, നമ്മുടെയൊക്കെ ജീവിതങ്ങളും കുടുംബങ്ങളും മക്കളൊക്കെ നശിച്ചു പോകുമെന്നുള്ളത് വലിയ സത്യമാണ്. അതുകൊണ്ട് ഈ ശരീരത്തിൻ്റെ സുഖത്തിനു വേണ്ടി, അതിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി മനുഷ്യൻ ഓടിപ്പായുന്ന ഈ ലോകത്തിൽ ദൈവമക്കളായ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കാനും ദൈവകൃപയിൽ ജീവിക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം. നമ്മുടെ കത്തോലിക്ക തിരുസഭയിൽ ദൈവമായ കർത്താവ് നമ്മെ വളർത്തുന്നത് കൂദാശകളിലൂടെയാണ്. നമ്മുടെയൊക്കെ ജീവിതം ശരിക്കും വളരേണ്ടത് കൂദാശകളിലൂടെയാണ്. എന്താണ് കൂദാശ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അദൃശ്യമായ പ്രസാദവരത്തിൻ്റെ ദൃശ്യമായ അടയാളമാണ് കൂദാശ. അപ്പോൾ ഓരോ കൂദാശയിലൂടെയും ദൈവമായ കർത്താവ് നമുക്ക് ദൈവത്തിൻ്റെ കൃപ നിറച്ചു തരാം. അതായത് ഉത്ഭവ പാപത്തിലൂടെ ദുർബലമാക്കപ്പെട്ട മനുഷ്യപ്രകൃതി, അതിലൂടെ ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോയി. മാമോദീസായിലൂടെ അത് തിരിച്ചു കിട്ടുന്നു, ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്നു. എങ്കിലും ദുർബലമാക്കപ്പെട്ട, ബലഹീനമാക്കപ്പെട്ട ഈ മനുഷ്യപ്രകൃതിക്കേറ്റ ക്ഷതം നമ്മിൽ നിലനിൽക്കുന്നത് കൊണ്ട് ഒരു ആധ്യാത്മികമായ സമരത്തിലാണ്. അതുകൊണ്ടാണ് മാമോദീസായിൽ മാത്രം കൂദാശ അവശേഷിപ്പിക്കുന്നില്ല. കാരണം ഈ ക്ഷതമേൽപ്പിക്കപ്പെട്ട അവസ്ഥ നമ്മിലെല്ലാവരിലുമുണ്ട്. അതുകൊണ്ട് വീണ്ടും നമ്മൾ വീണു പോയേക്കാം, പാപം ചെയ്തേക്കാം, അടിമപ്പെട്ടു പോയേക്കാം. അതുകൊണ്ട് ഉടൻ തന്നെ അടുത്ത കൂദാശ കുംഭസാരം. അല്പം പാപം ചെയ്താലും വീണു പോയാലും ഉടൻ തന്നെ പോയി ആ ദൈവകൃപയിൽ, ദൈവിക ജീവനിൽ നിലനിൽക്കുവാൻ വേണ്ടി കുംഭസാരം എന്നുള്ള കൂദാശ നമുക്ക് നൽകുക. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ വിശുദ്ധരൊക്കെ ഒത്തിരിയേറെ എന്താ പറയുക, അടുപ്പിച്ചടുപ്പിച്ച് എനിക്ക് ഏറ്റവും ഒരു ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധ വിൻസെന്റ് ഫെറർ. അദ്ദേഹം എപ്പോഴും സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, അന്ത്യവിധിയെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ വചനപ്രഘോഷണത്തിൽ അന്ത്യവിധി, സ്വർഗം, നരകം, മരണം, നമ്മുടെയൊക്കെ നിശ്ചയമായ 4 കാര്യങ്ങളാണ്. മരണം, അന്ത്യവിധി, സ്വർഗം അല്ലെങ്കിൽ നരകം. ഇതിനെക്കുറിച്ച് മാത്രമേ ഈ മനുഷ്യൻ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ അപരനാമം തന്നെ ഇതാണ്, ഏഞ്ചൽ ഓഫ് ജഡ്ജ്മെൻറ്റ്, അന്ത്യവിധിയുടെ മാലാഖ എന്നാണ് ഈ വിൻസെന്റ് ഫെറർ അറിയപ്പെടുന്നത്. ഈ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അദ്ദേഹം എല്ലാ ദിവസവും കുമ്പസാരിക്കാനും. കാരണം അദ്ദേഹം പറയാം, ചെറിയൊരു പാപം അതുകൊണ്ട് സ്വർഗം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല, ദൈവകൃപ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതുപോലെ ഈ അവസ്ഥയിൽ ദുർബലമാക്കപ്പെട്ട, ബലഹീനമാക്കപ്പെട്ട, തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്ന മനുഷ്യപ്രകൃതിയുള്ള ഈ മനുഷ്യൻ അത് മനസ്സിലാക്കിക്കൊണ്ട് ആ കൃപയിൽ നിൽക്കാനും വളരാനും വേണ്ടി എല്ലാ ദിവസവും കുമ്പസാരിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ജീവൻ വേണം, നമുക്ക് വളരണമെങ്കിൽ ജീവൻ വേണം. ഈ ജീവൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഈശോ പറഞ്ഞ് വിശുദ്ധ കുർബാന,
വിശുദ്ധ കുർബാനയിലൂടെ ഈശോ പറയുന്നത്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, അവനിൽ ജീവനുണ്ട്, ഞാനാണ് ജീവൻ. ഞാൻ വന്ന് നിറയുമ്പോൾ ദൈവിക ജീവൻ നിറയും. അപ്പോൾ ആ കൃപയില്ലാത്ത അവസ്ഥയിൽ നിന്ന് ദൈവകൃപ നിറയും. അപ്പോൾ വിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ സ്വീകരിക്കണം. വീണ്ടും സ്ഥൈര്യലേപനം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകത്താൽ മുദ്രവെച്ച് നമ്മയൊക്കെ കരുത്തും ധീരതയുമുള്ളവരാക്കി മാറ്റുന്ന വലിയ കൂദാശ സ്ഥൈര്യലേപനം. ഇതൊക്കെ നമ്മൾ ആ യോഗ്യതയോടുകൂടി സ്വീകരിച്ച് ദൈവകൃപയിൽ വളരണം. വീണ്ടും നമ്മൾ നോക്കിക്കേ, ഒരു പുരുഷനും ഒരു ആണിനും പെണ്ണിനും ഒരു വിവാഹ ജീവിതം ജീവിക്കാനുള്ള ശക്തിയോ കഴിവോ യോഗ്യതയോ ഒന്നുമില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് എന്ത് ചെയ്യുന്നത്? അവരെ സ്നേഹത്തിൽ ഒരുമിപ്പിച്ച് ദൈവകൃപ കൊണ്ട് നിറച്ച് ദൈവിക ചൈതന്യം കൊണ്ട് നിറച്ച് വിവാഹം എന്നുള്ള കൂദാശയിലൂടെ ഇവരെ ദൈവകൃപയിൽ നിറച്ചെടുക്കുക. അല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ഒരു അച്ഛനാകുന്ന ഒരു വ്യക്തിക്ക് അച്ഛനാകാനുള്ള യോഗ്യതയൊന്നുമില്ല. അതുകൊണ്ട് തിരുപ്പട്ടമെന്ന കൂദാശ എല്ലാം നോക്കിക്കോ. നമ്മുടെ സഭയിൽ ദൈവമായ കർത്താവ് നമ്മെ വളർത്തുന്നത് കൂദാശകളിലൂടെയാണ്. കുടുംബജീവിതത്തിന് ദൈവകൃപ വേണം, പൗരോഹിത്യ ജീവിതത്തിന് ദൈവകൃപ വേണം. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ വളരണമെങ്കിൽ ഈ ദൈവിക ജീവനും ദൈവകൃപയും നമുക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ദുർബല പ്രകൃതി ഉള്ളത് കൊണ്ട്, ഈ നിസ്സഹായാവസ്ഥ ഉള്ളതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് തായ്തണ്ടിനോട് ശാഖ എന്ന പോലെ. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ സ്നാപക യോഹന്നാൻ ഈശോയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, അതായത് നാം എല്ലാവരും അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കണം. ഈ ഭൂമിയിൽ ജീവിക്കണോ, ഈ ഭൂമിയിൽ ഫലങ്ങൾ പുറപ്പെടുവിക്കണോ, അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ജീവിക്കണോ, അതിന് വേറെ ഒരു വഴിയുമില്ല. ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിച്ച് അവിടുത്തെ കൃപയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ച് ആ ദൈവിക ജീവനിൽ വളരുവാൻ നമുക്ക് സാധിക്കണം. അതിന് സാധിക്കുന്ന, അതാ പറയാ, ഒരു ആധ്യാത്മികമായ സമരത്തിലേക്ക് നാം എല്ലാം വെല്ലുവിളിക്കപ്പെട്ടിരിക്കാം. ഇതൊരു സമരമാണ്. നമ്മൾ സമരസഭയിലാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ശത്രുക്കളുണ്ട്. ഈ ജഡം, ഈ ലോകം, അതോടൊപ്പം തന്നെ പിശാച്. ഇതിനെതിരെയൊക്കെ ശക്തമായ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളൊക്കെ ഇന്നലെ നാളെ മരിച്ചു പോകുമ്പോൾ നമ്മെക്കുറിച്ചൊക്കെ ഇങ്ങനെയല്ല പറയുന്നത്. നമ്മുടെ ശവം വീട്ടിൽ നിന്ന് എടുക്കണേക്കാളും മുമ്പ് ഇങ്ങനെ പറയുമല്ലോ, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, ഇത് എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, പല പല പ്രശ്നങ്ങളെ പിന്നാലെ പോകുമ്പോൾ ഞാൻ ചിന്തിക്കും, മനുഷ്യൻ ജീവിക്കുന്ന പോലെ ജീവിക്കുന്നുണ്ടോ? ജീവിക്കേണ്ട പോലെ ജീവിക്കുന്നുണ്ടോ? വചനം അനുസരിക്കുന്നുണ്ടോ? അതോ ഈ ലോകത്തിൻ്റെ പിന്നാലെ, ജഡത്തിൻ്റെ പിന്നാലെയാണോ ജീവിച്ചിട്ടുള്ളത്? ഇന്ന് നോക്കിക്കോ, ഏത് തകർച്ചയുടെ പിന്നിലേക്കും ഏത് ദുരന്തങ്ങളുടെ പിന്നിലേക്കും നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഈ വചനം വിട്ട്, ഈ വഴി വിട്ട് തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പോയ മനുഷ്യൻ്റെ ഒരു വലിയ പൈശാചികമായ ബന്ധനമുണ്ടെന്നുള്ളത് വലിയ സത്യമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ യഥാർത്ഥമായ ആ വഴി മനസ്സിലാക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ വിധക്കാരൻ്റെ ഉപമ കർത്താവ് പറഞ്ഞിട്ട് അവിടെ 19-ാമത്തെ വാക്യത്തിൽ ഈശോ പറയാം, രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് മനസ്സിലാക്കാത്തവരിൽ നിന്ന് ദുഷ്ടൻ വന്ന് വചനം അപഹരിച്ചെടുത്തു കൊണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൻ്റെ വചനം കേട്ട് മനസ്സിലാക്കണം. നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കണം. ഇന്ന് ഒരു ദുരന്തമുണ്ട്. അതായത് ലോകത്തിൻ്റെ കാര്യങ്ങൾ ഇഷ്ടം പോലെ പഠിക്കും, വിദ്യാഭ്യാസം ഇഷ്ടം പോലെ പഠിക്കും, മാത്തമാറ്റിക്സ് പഠിക്കും, ബയോളജി പഠിക്കും, കെമിസ്ട്രി പഠിക്കും. പക്ഷേ സ്വർഗത്തെക്കുറിച്ചോ ഈ ലോക ജീവിതം വിശുദ്ധി ജീവിക്കണതിനെ കുറിച്ചോ, എങ്ങനെ കൃപയിൽ വളരാം, ദൈവരാജ്യത്തെക്കുറിച്ചോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഇന്ന് സമയമില്ല. പിന്നെയോ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ എന്തിനു വേണ്ടി? ഈ ലോകത്തിൽ ജീവിക്കുന്ന നൈമിഷികമായ ജീവിതം ഇര തേടാനും ഇണചേരാനും കുറേയൊക്കെ ആസ്വദിച്ച് ജീവിക്കാനും വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് അവൻ്റെ ശരീരത്തിനും അവൻ്റെ ബുദ്ധിക്കുമൊക്കെ കൊടുക്കുന്നത്. എന്നാൽ ദൈവരാജ്യത്തെക്കുറിച്ച് പലപ്പോഴും അവൻ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. ഞാൻ ഓർക്കാം, എനിക്ക് നമ്മുടെയൊക്കെ മൃതസംസ്കാര കർമ്മത്തിൻ്റെ പുസ്തകമുണ്ടല്ലോ, ഈ സീറോ മലബാർ ആരാധന ക്രമത്തിൽ. അതിൽ ആ കുഴിവെഞ്ചരിക്കുന്ന പ്രാർത്ഥന ഒരു കാലത്തിൽ എന്നും സ്വാധീനിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അവിടെ എങ്ങനെയാണ് പറയുന്നത്? നമ്മുടെയൊക്കെ ശരീരത്തെക്കുറിച്ചാണ് പറയാം. മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കൂദാശകളാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരം എന്താ? അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം
6-19 വാക്യത്തിൽ പറയാ, മക്കളെ നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്ന നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ് നിങ്ങളുടെ ശരീരങ്ങൾ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തും മക്കളെ. ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഈ ശരീരം, അതോടൊപ്പം തന്നെ ഈ മാമോദിസായാൽ മുദ്രിതമായ ശരീരം, പരിശുദ്ധ കൂദാശകൾ എന്തുമാത്രം സ്വീകരിച്ച്, എത്രയോ കുർബാന സ്വീകരിച്ചു, എത്രയോ പ്രാവശ്യം കുമ്പസാരിച്ചു, മാമോദിസ സ്വീകരിച്ചു, സ്ഥൈര്യലേപനം സ്വീകരിച്ചു, വിവാഹം എന്നുള്ള കൂദാശ സ്വീകരിച്ചു, അല്ലെങ്കിൽ തിരുപ്പട്ടം സ്വീകരിച്ചു, അവസാന ഭാഗ്യമുണ്ടെങ്കിൽ അന്ത്യകൂദാശ ലഭിക്കും. ഇങ്ങനെ കൂദാശകൾ സ്വീകരിച്ച ഒരു ജീവിതം അതിൻ്റെതായ ചൈതന്യത്തിൽ, വിശുദ്ധിയിൽ, കൃപയിൽ ദൈവത്തോട് ചേർന്ന് കൃപയ്ക്കുമേൽ കൃപയിൽ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങൾ വളരും, ഒത്തിരിയേറെ ഫലങ്ങൾ പുറപ്പെടുവിക്കും. അതുമാത്രമല്ല, നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്. അതായത് വിശുദ്ധ കൊച്ചുരേസ്യ പുണ്യാളത്തി 15-ാമത്തെ വയസ്സിൽ ഒരു പുസ്തകം വായിച്ചെന്ന് പറയാം. ആ പുസ്തകത്തിൻ്റെ പേരാണ് ദി എൻഡ്, അന്ത്യം. അതിൽ ശരീരത്തിൻ്റെ ഉയർപ്പിനെക്കുറിച്ചും നിത്യമായ ജീവിതത്തെക്കുറിച്ചും ഇങ്ങനെ വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. ശരീരത്തിൻ്റെ ഉയർപ്പ്, നിത്യമായ ജീവിതം. വിശ്വാസ പ്രമാണത്തിൽ നമ്മളൊക്കെ അവസാനം ഏറ്റുപറഞ്ഞ് അവസാനിപ്പിക്കുന്ന, ആമേൻ പറയുന്ന അവസാനത്തെ വാക്കാണ് ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ മനസ്സിലേക്ക് ഈ പ്രാർത്ഥനകളും ഒക്കെ കടന്നു വന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു ബോധ്യത, ഇതെല്ലാം നമ്മൾ ജീവിക്കേണ്ട ജീവിതമാണ് പ്രാർത്ഥന. ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും വിശ്വസിച്ച് ആ പ്രമാണത്തിൽ കേന്ദ്രീകൃതമായി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ ശരീരത്തെ ദൈവകൃപയിൽ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അത്രമാത്രം കഷ്ടപ്പെടും. ഇപ്പം നമ്മൾ കഴിഞ്ഞ ഞാനിങ്ങനെ ഓർക്കുക 91 സങ്കീർത്തനത്തെക്കുറിച്ച്. അതായത് എല്ലാവരും രാവിലെ എഴുന്നേൽക്കുമ്പോഴും വണ്ടി കയറുമ്പോഴും ഒക്കെ പറയും 91 സങ്കീർത്തനം ചൊല്ലിയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഒത്തിരി ചിലരൊക്കെ ഉണ്ട് 10, 20, 30, 40, 50 പ്രാവശ്യമൊക്കെ 91 സങ്കീർത്തനം ചൊല്ലും. അത്യുന്നതിൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവൻ എന്നൊക്കെ പറഞ്ഞോണ്ട്. അപ്പം പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ട്. നമ്മളെന്താ ചെയ്യേണ്ടത്? അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കണം. അവനാ ബാക്കി പറഞ്ഞ കാര്യങ്ങളുള്ളൂ. സർവശക്തൻ്റെ തണലിൽ നമ്മൾ കഴിയണം. വേറെ എവിടെയെങ്കിലും പോയി നിന്നിട്ട് കാര്യമില്ല. അവൻ എന്നോട് സ്നേഹത്തിൽ ഒട്ടി നിന്നതിനാൽ, അവൻ എന്നെ വിളിച്ചപേക്ഷിച്ചതിനാൽ. പ്രിയപ്പെട്ടവരെ, ഇവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇനി വേറെ ചിലരുണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് കൊടുക്കും. എത്ര പ്രാവശ്യം? 100 പ്രാവശ്യം, 500 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് കൊടുക്കും. എന്നിട്ട് വീട് ചൂണ്ടി കോട്ട കെട്ടിക്കൊണ്ട് കൊടുക്കും. പ്രിയപ്പെട്ടവരെ, വിശ്വാസ പ്രമാണം ജീവിക്കാനുള്ള ജീവിതമാണ്. ഓരോ പ്രാർത്ഥനയും, ഓരോ കൂദാശയും, ഓരോ ജീവിതാന്തസ്സും ആ വചനമൊക്കെ ജീവിക്കാനുള്ളതാ. ഇത് കാണാപ്പാടം പഠിക്കാനുള്ളതല്ല, ജീവിക്കണം. ഇത് ജീവിക്കാതെ നമ്മൾ എത്ര വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടോ എത്രമാത്രം സംരക്ഷണ പ്രാർത്ഥന ചൊല്ലിയിട്ടോ കാര്യമില്ല. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ നമുക്കൊക്കെ ഒരു ഉത്തരവാദിത്വമാണ്. അതാ അച്ഛൻ പറഞ്ഞു വരിക, നമുക്കൊക്കെ ജീവിക്കേണ്ട ഒരു ജീവിതമുണ്ട്. അതിനനുസരിച്ച് ഞാൻ എപ്പോഴും പറയും, ഒരു തീവ്രവാദിയുടെ മനസ്സോടെ, ഒരു ചാവേറിൻ്റെ മനസ്സോടെ, പാപത്തെക്കാളും മരണമെന്ന് പറഞ്ഞ് രക്തസാക്ഷികളെ പോലെ സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആ ദൈവകൃപയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെയൊക്കെ അവസ്ഥ ഒരു ദയനീയമായ അവസ്ഥയാണ്. ഈ ദയനീയമായ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഈ അവസ്ഥയെ എങ്ങനെ ശക്തിപ്പെടുത്താൻ പറ്റും, ഈ അവസ്ഥയെ എങ്ങനെ ബലപ്പെടുത്തിയെടുക്കാൻ പറ്റും, ഈ അവസ്ഥയിലും എങ്ങനെ എനിക്ക് വളരാൻ പറ്റും, ഇത് നാം ഓരോരുത്തരും വ്യക്തിപരമായിട്ട് കണ്ടെത്തി മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് ഒരു വഴി രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഈ കാലഘട്ടത്തിൻ്റെ വലിയ ഒരു ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൻ്റെ എന്താ പറയുക, ഈ കൃപ നഷ്ടപ്പെട്ടു പോയ, ജഡമായി പോയ മനുഷ്യപ്രകൃതിക്ക് ഇണചേരുന്ന ഈ സ്വാഭാവികമായ പ്രകൃതിക്കനുസരിച്ച് സകല സാഹചര്യങ്ങളും സാധ്യതകളും നിയമങ്ങളും കൊണ്ട് നിറയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ ലോകത്തിൽ ഒരു ദൈവത്തിൻ്റെ പൈതൽ ജീവിക്കണമെങ്കിൽ അവൻ ശരിക്കും സത്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് ഇടംബലം തിരിയാതെ ഈ ദൈവത്തിൻ്റെ വചനങ്ങളും സഭയുടെ പാരമ്പര്യങ്ങളും കത്തോലിക്ക സഭയുടെ മതബോധനവും അതോടൊപ്പം തന്നെ നമ്മുടെ പൂർവികരും പുണ്യാത്മാക്കളും രക്തസാക്ഷികളുമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്ന കാര്യങ്ങൾ, ജീവിച്ച ജീവിതങ്ങൾ, അതൊക്കെ ഇന്ന് കൂടുതൽ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഞാൻ പറയും നമ്മുടെ ജീവിതങ്ങളൊക്കെ നശിച്ചു പോകും. ഒരു കാര്യം സത്യമാണ്, ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. എന്നാൽ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തോട് ചേരാതെ, ദൈവത്തോട് അടുക്കാതെ, ദൈവത്തോട് ഐക്യപ്പെടാതെ സകലർക്കും ഒറ്റ ചിന്തയാണ് ഈ ലോകത്തിൻ്റെ പിന്നാലെ പോകുക. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ ഈ പ്രത്യേക അവസ്ഥയിൽ യഥാർത്ഥമായ സത്യം നമ്മൾ മനസ്സിലാക്കുക. അത് ഈശോ പറഞ്ഞ, മക്കളെ, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സത്യം നിങ്ങൾ അറിയണം.
സത്യം അറിയുമ്പോൾ ജീവിതത്തിന് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ അച്ഛനായിട്ട് ഒരു 3-4-5 വർഷം കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയത്, എന്തിനാണാവോ ഈ അച്ഛനായി എന്ന് ചിന്തിക്കുക. സത്യം പറയാം. അതിനിടയ്ക്കാണ് ഇപ്പം ഈ അഗസ്തീനോസ് പുണ്യാളൻ ഒരിക്കലും ഇങ്ങനെ പറയാണ്, അഗസ്തീനോസ് പുണ്യാളൻ ഇങ്ങനെ പറയാണ്, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാനെപ്പോഴും പറയും കുറേ നാളൊക്കെ ഇങ്ങനെ പോകും, പക്ഷെ നമുക്കൊരു ബോധ്യം കിട്ടുന്ന സമയമുണ്ട്. ആരാ അപ്പനാരാ, അമ്മയാരാ, ക്രിസ്ത്യാനിയാരാ, അച്ഛനാരാ, ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും ചില ജീവ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു അവസ്ഥ മനസ്സിലാക്കിയാൽ നമ്മൾ പ്രാർത്ഥനയുടെ തീക്ഷ്ണത കൂടും. പിന്നെ ഈ ബലിയില്ലാതെ എനിക്ക് ജീവിതമില്ല, ജീവനില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ തീവ്രമായ ബലി ഞാൻ അർപ്പിക്കും. കർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ ആർത്തി പിടിക്കും, കുമ്പസാരിക്കാൻ വേണ്ടി ഞാൻ എല്ലാ ദിവസവും ഓടും, ഇതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കും. അപ്പോൾ ഞാൻ കുറേ നാളെ ഇപ്പം ഇങ്ങനെ എന്താ പറയുക, സാധാരണ പോലെ ഇങ്ങനെയൊക്കെ പോയി കുറച്ച് കഴിയുമ്പോൾ ഞാൻ അഗസ്തീനോസിനോട് ഇങ്ങനെ പറയാം, അച്ഛൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയാം. അച്ഛനാവുന്നത് എപ്പോൾ, ഇതെങ്ങനെ പറയണേ, അച്ഛനെ നമ്മൾ ഫാദർ എന്നാണ് വിളിക്കുക. ഫാദർ എന്ന് പറഞ്ഞാൽ അപ്പൻ എന്നർത്ഥം. എപ്പോഴാണ് അപ്പനാവുന്നത്? മക്കളുണ്ടാകുമ്പോഴാണ്. അപ്പോൾ ഒരു അച്ഛൻ എപ്പോൾ അപ്പനാകും, ഫാദറാകും. അദ്ദേഹം പറയാണ്, എപ്പോൾ ഒരു അച്ഛൻ ആത്മാക്കളെ സ്വർഗത്തിൽ ജനിപ്പിക്കുന്നുവോ അപ്പോൾ അങ്ങേര് ഒരു അച്ഛനാവും, അല്ലെങ്കിൽ അച്ഛനൊന്നാവത്തൊന്നുമില്ലെന്ന് അദ്ദേഹം പറയാം. ഒരു ആത്മാവിനെ സ്വർഗത്തിൽ ജനിപ്പിക്കണം. ഒരപ്പൻ എപ്പോഴും അപ്പനാവണേ, ഒരമ്മ എപ്പോഴും അമ്മയാവുന്നേ. മക്കളെ സ്വർഗത്തിന് വേണ്ടി ജനിപ്പിച്ച് ഈ കുടുംബത്തിൻ്റെ പാരമ്പര്യവും തറവാടിത്തം എന്നൊക്കെ പറയുന്നത്. ഇപ്പം നമുക്കറിയാം പാരമ്പര്യമുള്ള കുടുംബങ്ങൾ, തറവാടിത്തമുള്ള കുടുംബങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താ കുടുംബത്തിൻ്റെ പാരമ്പര്യവും തറവാടിത്തം എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ കുടുംബത്തിൽ നിന്ന് എത്ര മക്കൾ ദൈവകൃപയിൽ വളർന്ന് ദൈവത്തോട് ചേർന്ന് നിന്ന് ഫലങ്ങൾ പുറപ്പെടുവിച്ച് സ്വർഗത്തിൽ പോയിട്ടുണ്ട്. അതിനനുസരിച്ചാണ് നമ്മുടെ കുടുംബത്തിൻ്റെ വളർച്ച അല്ലെങ്കിൽ നിലനിൽപ്പ് തറവാടിത്തം എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ, ഇവിടുത്തെ കാര്യം എനിക്കറിയില്ല, നമ്മുടെ നാട്ടിലൊക്കെ പണ്ടത്തെ തറവാടുകളൊക്കെ തീർന്നു തുടങ്ങി. കാരണം അതിൻ്റെ ശക്തിയൊക്കെ പോയി, പ്രൗഢി പോയി, ആഢ്യത്വം പോയി. എന്തുകൊണ്ടാണ്? ഈ ദൈവത്തോട് ചേർന്ന് വളരണില്ല. ഇന്ന് ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ദൈവത്തോട് ചേർന്ന് ദൈവകൃപയിൽ സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കണം. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പിന്നാലെ പോകത്തില്ല, ഈ ലോകത്തിൻ്റെ സമ്പത്തിൻ്റെ പിന്നാലെ അധികം പോകത്തില്ല, ഈ ജഡത്തിൻ്റെ പിന്നാലെ പോകത്തില്ല. ഇത് ഉയർത്തെഴുന്നേൽക്കുന്ന ശരീരമാണ്. ഈ പുസ്തകത്തിലൂടെ കൊച്ചുരേസ്യ പുണ്യാളത്തിൽ ബോധ്യം ലഭിച്ചപ്പോൾ ആ കൊച്ച് 15-ാമത്തെ വയസ്സിൽ എന്താ പറയുക, കോൺവെൻറ്റിൽ പോയി ചേരാൻ തീരുമാനിച്ചു. എന്തെന്നാൽ അന്ത്യം ശരീരത്തിൻ്റെ ഉയർപ്പ്, നിത്യമായ ജീവിതം. ഇങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കുറേ ബോധ്യങ്ങൾ നമുക്ക് ലഭിക്കണം. നമ്മുടെ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ബലഹീനരാണ്, അതിൻ്റെ കാരണങ്ങളുണ്ട്. ദൈവകൃപ നഷ്ടപ്പെട്ടു പോയ ഒരു പ്രകൃതിയിൽ നിന്ന് ഉത്ഭവ പാപത്തിലൂടെ കടന്നു വന്ന ഒരു ദുർബലതയും ഒരു ബലഹീനതയും പാപത്തിൻ്റെ അനന്തരഫലമായി ഏറ്റ ക്ഷതമൊക്കെ നമ്മിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സമരത്തിൻ്റെ ഒരു യുദ്ധസമാനമായ ഒരു സമരത്തിലേക്ക് നമ്മളൊക്കെ വലിച്ചെറിയപ്പെട്ടേക്കാം. ഇവിടെ നമുക്കാർക്കും വിശ്രമിക്കാൻ സമയമില്ല. നമ്മൾ യുദ്ധം ചെയ്യണം, ഒത്തിരിയേറെ കഷ്ടപ്പെടണം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ സ്വാഭാവിക പ്രകൃതിക്ക് എതിരെ നമ്മൾ ഇര തേടുന്ന അവസ്ഥയിൽ നിന്ന് ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ആക്കി, അതോടൊപ്പം തന്നെ ഈ ജാഗരണ പ്രാർത്ഥനയിൽ ഈ രാത്രിയിൽ നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ തമ്പുരാന് മുമ്പിലായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിൻ്റെ അരികിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കും. എങ്ങനെ? ലോകത്തിൻ്റെ പാപം, പാപത്തിൻ്റെ ആധിപത്യം, പാപത്തിൻ്റെ അടിമത്വം, അതിൽ നമുക്ക് മോചനം വേണം. ഈ മോചനം ലഭിക്കണമെങ്കിൽ യേശു ക്രിസ്തുവാകുന്ന ലോകത്തിൻ്റെ പാപത്തെ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിങ്കിലേക്ക് വളരെ ദാഹത്തോടെ തിരിച്ചറിവോടുകൂടി കടന്നു വരുവാൻ നമുക്ക് സാധിക്കണം. എനിക്ക് രക്ഷ വേണം, എനിക്ക് ജീവൻ വേണം, എനിക്ക് ഒരു വലിയ വിടുതൽ വേണം, എനിക്ക് തമ്പുരാൻ്റെ സ്വന്തമായി തീരണം, എനിക്ക് നല്ല അച്ഛനാകണം, നല്ല അപ്പനാകണം, നല്ല അമ്മയാകണം, ഈ കഷ്ടതയിൽ നിന്ന് മോചനം പ്രാപിക്കണം, ഈ തകർച്ചയിൽ നിന്ന് വിടുതൽ വേണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവ പൈതലായിട്ട് മാറുമ്പോൾ അതിനുള്ള വഴി നമ്മൾ കണ്ടെത്തണം. ഏതാണ് വഴി? അത് ഈ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ ഈ കർത്താവിനെ നമ്മൾ നോക്കണം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ജീവൻ ഉണ്ടാകുന്നതിന് വേണ്ടി മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് വിശുദ്ധ ക്രിസോസ്തം ഇങ്ങനെ പറയുന്നത്, അതായത് മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട സർപ്പത്തിൻ്റെ പ്രത്യേകത എന്താണ്? സർപ്പത്തിൽ വിഷമില്ല, വിഷമില്ലാത്ത സർപ്പമാണ്. അത് സർപ്പത്തിൻ്റെ രൂപമാണെങ്കിലും ആ സർപ്പത്തിൽ വിഷമില്ല. അപ്പോൾ വിഷമേറ്റ ആ മനുഷ്യരവിടെ കിടക്കുമ്പോൾ വിഷമേറ്റവർ വിഷമില്ലാത്ത സർപ്പത്തെ നോക്കുമ്പോൾ അവരിൽ നിന്ന് വിഷം ഇറങ്ങിപ്പോകുന്ന പറയാം. ഇതുപോലെ മനുഷ്യപുത്രൻ പാപമില്ലാത്തവൻ. ഈ പാപം ചെയ്തു കഴിഞ്ഞാൽ പാപത്തിന് അനന്തരഫലമായ മരണം മാറിപ്പോകണമെങ്കിൽ ഇങ്ങനെ പറയാ, രക്തം ചിന്താതെ പാപപരിഹാരമില്ല. പാപമില്ലാത്തവനെ പാപം ഏറ്റെടുക്കാൻ പറ്റും.
മനുഷ്യാവതാരത്തിൻ്റെ ദിവ്യരഹസ്യം അത് തന്നെയാണ്. പാപമില്ലാത്തവൻ പാപമേറ്റെടുത്ത് സഹനത്തിലൂടെ രക്തം ചിന്തി പരിഹാര ബലി അർപ്പിച്ച് മനുഷ്യ മക്കളെ വീണ്ടെടുത്തു. അപ്പോൾ ഈ പാപപരിഹാര ബലി, ഈ കുരിശിലെ ബലി ഉയർത്തപ്പെട്ടവനെ നോക്കി ആ ബലി സ്വന്തമാക്കിയെടുത്തുകൊണ്ട് ആ ബലിയിലൂടെ ദൈവികമായ ജീവൻ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ ജീവിതങ്ങളും ഒക്കെ വളരത്തുള്ളൂ, ഒത്തിരിയേറെ ഫലങ്ങൾ പുറപ്പെടുവിക്കത്തുള്ളൂ. അപ്പോൾ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ വലിയ ദാഹത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപ നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥ മാനവകുലത്തിനുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് എങ്ങനെ എനിക്ക് വളരാൻ പറ്റും, എങ്ങനെ നഷ്ടപ്പെട്ടു പോയ ദൈവിക ജീവൻ സ്വന്തമാക്കിയെടുക്കാൻ പറ്റും, അതിന് ഒത്തിരി വഴിയൊന്നുമില്ല, ഒറ്റ വഴിയുള്ളൂ. ആ വഴിയാണ് ഈശോ പറഞ്ഞ് ഞാനാണ് വഴി. കർത്താവിനെ നോക്കണം, ദിവ്യകാരുണ്യ ഈശോയെ നോക്കണം, കുരിശിൽ ഉയർത്തപ്പെട്ടവനെ നോക്കണം, അവൻ്റെ ബലി സ്വന്തമാക്കിയെടുക്കണം. അവൻ ഈശോ പറഞ്ഞില്ലേ, ഞാൻ വന്നിരിക്കുന്നത് മക്കളെ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകാനും വേണ്ടിയാണ്. ഈ സമൃദ്ധമായ ജീവൻ സ്വന്തമാക്കിയെടുക്കുവാൻ നമുക്ക് സാധിച്ച് അതിനനുസരിച്ച് ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് വിശ്വസിക്കാമെന്നല്ല, സത്യമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഒരു വളർച്ചയുണ്ടാകും. നമ്മുടെ പല രോഗങ്ങൾ, കഷ്ടപ്പാടുകൾ, തകർച്ചകൾ, നഷ്ടങ്ങൾ, ഒത്തിരിയേറെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ, സാമ്പത്തിക മേഖല തകർച്ചകൾ, ഇതെല്ലാം ദൈവ കൃപ കൊണ്ട് നിറയുമ്പോൾ നമുക്ക് സ്വന്തമാക്കിയെടുക്കാം. അതുകൊണ്ടാണ് ഈശോ ജനിച്ചപ്പോൾ ആട്ടിടയരോട് മാലാഖമാർ ഇങ്ങനെ വന്ന് അഭിസംബോധന ചെയ്ത് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഇതാ കൃപാദാതാവായ ദൈവമായ കർത്താവ് ജനിച്ചിരിക്കുന്ന ഭൂമിയിൽ, നിങ്ങൾ പോവ് അവനെ സ്വന്തമാക്ക്. കർത്താവിനെ സ്വന്തമാക്കിയെടുത്ത് ഈ കൃപയിൽ നിറയാനുള്ള വലിയൊരു ആഗ്രഹത്തോടു കൂടി ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വലിയ ദാഹത്തോടെ വലിയ സ്നേഹത്തോടെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവമേ, അങ്ങയുടെ കൃപയാൽ നിറയപ്പെടാൻ, അങ്ങയുടെ ജീവനാൽ നിറയപ്പെടാൻ ഞങ്ങൾക്ക് സാധിക്കണം. സങ്കീർത്തനം 77:10 ദാവീദ് പറഞ്ഞു, അത്യുന്നതൻ്റെ ശക്തി എന്നിൽ പ്രകടമാകാതെ പോയതാണ് എൻ്റെ ദുഃഖ കാരണം. ദൈവകൃപ നഷ്ടപ്പെട്ടു പോയപ്പോൾ, ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ മനുഷ്യൻ വെറും ജഡമായി പോയി. ആ പാപത്തിലേക്ക് വീഴ്ത്തിയവൻ്റെ പിശാചിൻ്റെ പിടിയിൽ അവൻ അമർന്നു. അവൻ്റെ ആധിപത്യവും അടിമത്വവും അവൻ്റെ മേൽ ആധിപത്യം പുലർത്തി. മരണ സംസ്കാരത്തിന് ഉടയവനാകുന്ന പിശാചിന് മാനവകുലത്തിന് മേൽ ഒരുതരം ആധിപത്യം കിട്ടി. അതിൽ നിന്ന് അവൻ രക്ഷപ്പെടണോ? യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടണം. റോമ 8:1-2 പറയുന്നു, ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനിമേൽ ശിക്ഷാവിധിയില്ല. എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം ഒരുവനെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. എൻ്റെ പ്രിയ ദൈവ പൈതലേ, ഈ രാത്രിയിലെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം കടന്നു വരുമ്പോൾ ഈ കൃപ നഷ്ടപ്പെട്ടു പോയ, അതിലൂടെ ജീവൻ നഷ്ടപ്പെട്ടു പോയ, പാപത്തിൻ്റെ വേദനമായ മരണത്തിന് അടിമപ്പെട്ടു പോയ അവസ്ഥയിൽ നിന്നും നമുക്ക് നാം വീണ്ടെടുക്കപ്പെടണം. നമ്മുടെ കുടുംബം, നമ്മുടെ തലമുറ, നമ്മുടെ ജീവിതങ്ങൾ, അതിനൊരു വഴിയുള്ളൂ, ഈശോയുടെ ഐക്യപ്പെടുക. അവൻ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. അവൻ പാപങ്ങൾ നീക്കുവാൻ വേണ്ടി ഉയർത്തപ്പെട്ടവനാണ് മനുഷ്യപുത്രൻ. കർത്താവെ, അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങളിതാ കടന്നു വരുന്നു. ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ അങ്ങയുടെ കൃപയാലും ജീവനാലും ഞങ്ങൾ നിറയ്ക്കണമേ. വേദനിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു, തകർന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, രോഗാവസ്ഥയിൽ കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്നു, തകർച്ചകൾ നേരിടുന്ന മക്കളെ സമർപ്പിക്കുന്നു, തടസ്സങ്ങൾ നേരിടുന്ന മക്കളെ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ശക്തി പ്രകടമാകാതെ പോയതാണല്ലോ ഞങ്ങളുടെയൊക്കെ ദുഃഖത്തിൻ്റെ കാരണം. അങ്ങ് ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരണമേ. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ. തൈത്തണ്ടിനോട് ശാഖ എന്ന പോലെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയോട് ചേർത്തി അങ്ങ് നിർത്തണമേ. കർത്താവേ, അകന്നു പോയ ഓരോ ഇടങ്ങളിലേക്കും കർത്താവേ അങ്ങ് കടന്നു വന്ന് അങ്ങയുടെ മാറോട് ചേർത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. സകല മാലാഖമാരെ ഞങ്ങൾക്ക് ചുറ്റും പാളയമടിച്ച് കാവൽ നിന്ന് ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. ആമേൻ.